Hello everyone, welcome to Students Focus. ഇന്ന് നമ്മൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ യൂണിറ്റ് 2 റിലേഷൻസ് ഓഫ് പാർട്ട്നേഴ്സിൻ്റെ ആ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. സോ നമ്മൾക്ക് ഇന്നത്തെ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫക്റ്റ് ഓഫ് അഡ്മിഷൻസ് ബൈ എ പാർട്ട്ണർ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാനും നിങ്ങളും കൂടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ പാർട്സ് വിൽക്കുന്ന ഒരു ഷോപ്പ് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ട്, നിങ്ങളുണ്ട്, 2 പാർട്ട്നേഴ്സാണ് അതിലുള്ളത്. അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത്, അതായത് സെയിലിന് സാധനങ്ങൾ ആരെങ്കിലുമൊക്കെ വന്നാൽ ഡീൽ ചെയ്യാനൊക്കെ ഞാൻ ആ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ, മിസ്റ്റർ എ കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മിസ്റ്റർ എ വന്നിട്ട് ഏതെങ്കിലും ഇപ്പോൾ തണ്ടർബേർഡിൻ്റെ ഒരു പാർട്ട് ചോദിക്കുന്നു. എന്തെങ്കിലും ഒരു മെഷീൻ, തണ്ടർബേർഡ് ബൈക്കിൻ്റെ ഒരു പാർട്ട് വേണം, അതിൻ്റെ എഞ്ചിൻ്റെ എന്തെങ്കിലും ഒരു പാർട്ട് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഈ ബൈക്കിനെ പറ്റിയോ അതൊന്നും അറിയില്ല. ഞാനപ്പോൾ ഒരു ഹീറോയുടെ ഒരു പാർട്ട് എടുത്ത് കൊടുത്തിട്ട്, ഹീറോ ബൈക്കിൻ്റെ ഒരു പാർട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് കറക്റ്റായിരിക്കും. അപ്പോൾ ആ മിസ്റ്റർ എ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇത് കൊണ്ട് ആ ബൈക്കിന് ഇടാൻ പറ്റുമോ, കറക്റ്റായിരിക്കുമോ, സ്യൂട്ടാവോ? അപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആ സ്യൂട്ടാവും, എല്ലാവരും ഇത് തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നതാണ്, ഇത് തണ്ടർബേർഡിന്, റോയൽ എൻഫീൽഡിൻ്റെ തണ്ടർബേർഡ് ബൈക്കിന് ഇത് സ്യൂട്ടാവും എന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് മിസ്റ്റർ എ അത് കൊണ്ടുപോയി, മിസ്റ്റർ എ അത് അദ്ദേഹത്തിൻ്റെ ബൈക്കിലിടാനായിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ അത് ശരിക്കും അതിന് പറ്റാത്ത പാർട്ടായതുകൊണ്ട് അത് ഒടിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് ചീത്തയായിപ്പോയി. മിസ്റ്റർ എക്ക് നഷ്ടം ഉണ്ടായില്ലേ, അതുകൊണ്ടൊരു ലോസ് ഉണ്ടായില്ലേ. അത് ആര് ബെയർ ചെയ്യും? ആരാ ലോസ് റെക്ടിഫൈ ചെയ്ത് കൊടുക്കും? അതിനാരാണ് ലയബിളായിട്ട് വരുന്നത്? ഈ കേസിൽ ആ ഫേമിൻ്റെ പാർട്ട്നേഴ്സ്, അതായത് നമ്മൾ 2 പേരും, ഞാനും നിങ്ങളുമാണല്ലോ അതിൻ്റെ പാർട്ട്നേഴ്സ്, നമ്മൾ 2 പേരും ലയബിളാണ് ആ ലോസിന്. നിങ്ങൾ വേണമെങ്കിൽ ആ ട്രാൻസാക്ഷനെ പറ്റി അറിഞ്ഞിട്ട് പോലും ഇല്ലായിരിക്കും. ഞാനാണ് എടുത്തു കൊടുത്തത്, എൻ്റെ കയ്യിൽ നിന്നാണ് മിസ്റ്റർ എ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയത്. പക്ഷേ അതിന് നമ്മൾ 2 പേരും ലയബിളാണ്. അതാണ് ഇഫക്റ്റ് ഓഫ് അഡ്മിഷൻസ് ബൈ എ പാർട്ട്ണർ. നമ്മൾക്ക് നോക്കാം. An admission or representation made by a partner concerning the affairs of the firm is evidence against the firm. അതായത് ഒരു പാർട്ട്ണർ എന്തെങ്കിലും അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫേം അഡ്മിറ്റ് ചെയ്ത പോലെയാണ്, ഫേം അതിന് ലയബിളായിട്ട് വരും. അതായത് അതിൻ്റെ പാർട്ട്നേഴ്സ് ആരാണോ അവരതിന് ലയബിളായിട്ട് വരും. ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ദ ബിസിനസ്. അത് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിലാണ് ആ ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ആ സാധനം സെല്ല് ചെയ്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എന്താണ്? നമ്മൾ 2 വീലറിൻ്റെ പാർട്സ് സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഞാൻ എപ്പോഴും അതിൽ കൗണ്ടറിൽ നിൽക്കാറുണ്ട്, ആരെങ്കിലും ചോദിക്കുന്ന എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു ബിസിനസ്സിൻ്റെ പാർട്ടാണ്. അങ്ങനെ ചെയ്തു, ഞാൻ കൊടുത്തത് തെറ്റായൊരു ഐറ്റമാണ്, അതായത് എന്നോട് ചോദിച്ച ഐറ്റം അല്ലെങ്കിൽ ആവശ്യമായ ഐറ്റം അല്ല ഞാൻ കൊടുത്തത്. അപ്പോൾ പക്ഷേ ഞാനത് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു, അത് കറക്റ്റാണ്, സ്യൂട്ടബിൾ ആണ്, അത് കറക്റ്റ് ആവും എന്ന് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ലോസ് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വന്നതാണെങ്കിൽ എന്താണ്? അതിന് പാർട്ട്നേഴ്സ് ലയബിളാണ്. ആ സമയത്ത് ആൻ അഡ്മിഷൻ ഓർ റെപ്രസെൻറ്റേഷൻ ബൈ എ പാർട്ട്ണർ വിൽ നോട്ട് ബൈൻഡ് ദ ഫേം ഇഫ് ഹിസ് അതോറിറ്റി ഓൺ ദ പോയിന്റ് ഈസ് ലിമിറ്റഡ് ആൻഡ് ദ അതർ പാർട്ടി നോസ് ഓഫ് ദ റെസ്ട്രിക്ഷൻ. ഇനി അങ്ങനെ ഒരു അഡ്മിഷൻ ഒരു പാർട്ട്ണർ ചെയ്തു, അത് അയാളുടെ ആ പാർട്ട്ണറുടെ അതോറിറ്റിക്ക് വെളിയിലുള്ള കാര്യമാണ്, അതോറിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല ചെയ്തതെങ്കിൽ അതിന് ആ ഫേം ലയബിൾ ആയിരിക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് മെഷീനെ പറ്റി ഒന്നും അറിയില്ല എന്ന് വന്ന ആൾക്കറിയാം, മെഷീൻ ബൈക്കിൻ്റെ പാർട്ട് എടുത്ത് കൊടുക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നുമുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിൻ്റെ യോഗ്യതയോ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് വന്ന ആൾക്കും അറിയാം. ഇപ്പോൾ വന്ന ആൾ നമ്മുടെ തൊട്ടടുത്ത കടയിൽ സാധനങ്ങൾ അവിടെ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ, അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എനിക്കതൊന്നും എടുത്തു കൊടുക്കാനുള്ള റോളില്ല, എൻ്റെ റോള് ക്ലറിക്കൽ വർക്ക് മാത്രമാണ്, ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല, അതെൻ്റെ അതോറിറ്റി അല്ല എന്ന് വന്ന ആൾക്കറിയാം, എനിക്കതിനുള്ള അതോറിറ്റിയും ഇല്ല. എന്നിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ അതിന് ഫേം ബൈൻഡിങ് ആയിരിക്കില്ല. അതിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു മെഷീൻ പാർട്സ് വിൽക്കുന്ന ഒരു കട, അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോമൊബൈലിൻ്റെ പാർട്സ് വിൽക്കുന്ന ഒരു കടയിൽ ഇതുപോലുള്ള ഇത് വരുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, തെറ്റായിട്ട് സാധനം എടുത്തു കൊടുക്കുന്നു, അതുകൊണ്ട് ഒരു പാർട്ടിക്ക് നഷ്ടം വരുന്നു, അതിന് ഫേം ലയബിൾ ആയിരിക്കും. സെക്കൻഡ് പാർട്ട്ണർ അല്ലെങ്കിൽ മറ്റ് പാർട്ട്നേഴ്സ് അതിനെപ്പറ്റി അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ട്രാൻസാക്ഷനെ പറ്റി മറ്റ് പാർട്ട്നേഴ്സ് അറിഞ്ഞാലും ഇല്ലെങ്കിലും ടോട്ടൽ എല്ലാവരും ലയബിളാണ്, ഫേം ലയബിളാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫക്റ്റ് ഓഫ് നോട്ടീസ് ടു ആക്ടിംഗ് പാർട്ട്ണർ. Section 24.
ആക്ടിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബിസിനസ് ഫേമിൻ്റെ മാനേജ്മെൻറ്റ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളാണ് നമ്മളുടെ ആക്ടിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ട്ണർ. അപ്പോൾ നമ്മൾ ആക്റ്റീവ് പാർട്ട്ണർക്ക് ഒരു നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ അത് ഫേമിന് കൊടുത്ത നോട്ടീസായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാ പാർട്ട്നേഴ്സിനും ആ നോട്ടീസ് കിട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദ നോട്ടീസ് ടു എ പാർട്ട്ണർ ഹൂ ഹാബിച്വലി ആക്ട്സ് ഇൻ ദ ബിസിനസ് ഓഫ് ദ ഫേം, അതായത് ആക്റ്റീവ്ലി ബിസിനസ് ഫേമിൻ്റെ മാനേജ്മെൻറ്റിലും ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് പാർട്ട്ണർ. ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ അഫയേഴ്സ് ഓഫ് ദ ഫേം ഓപ്പറേറ്റ്സ് ആസ് എ നോട്ടീസ് ടു ദ ഫേം, അതായത് ആ ബിസിനസ്സായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ വരുന്ന ഇൻഫർമേഷൻസ്. അങ്ങനെ കിട്ടുന്ന നോട്ടീസ് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആ ബിസിനസ് ഫേമിന് കൊടുത്ത നോട്ടീസായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദ നോട്ടീസ് ഈസ് ഈക്വലൻറ്റ് ടു ദ നോട്ടീസ് ടു ദ റെസ്റ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. ആ ആക്റ്റീവ് പാർട്ട്ണർക്ക് ഒരാൾക്കേ നോട്ടീസ് കൊടുത്തുള്ളെങ്കിലും അത് ആ ഫേമിന് കിട്ടിയ നോട്ടീസായിട്ട്, അതായത് മറ്റെല്ലാ പാർട്ട്നേഴ്സിനും നോട്ടീസ് മുഖാന്തരം ഇൻറ്റിമേറ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇറ്റ് മസ്റ്റ് ബി റിസീവ്ഡ് ബൈ എ വർക്കിംഗ് പാർട്ട്ണർ. സ്ലീപ്പിംഗ് പാർട്ട്ണർ ആയിരിക്കരുത് അത് റിസീവ് ചെയ്തത്. സ്ലീപ്പിംഗ് പാർട്ട്ണർ ആരാണ്? ബിസിനസ്സിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് ആൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, വേറെ സ്ഥലത്ത് പോയേക്കോണം, അല്ലെങ്കിൽ ബിസിനസ്സായിട്ടൊരു ബന്ധമില്ല, ആക്ടിവിറ്റീസായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കരുത് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവേണ്ടത്, വർക്കിംഗ് പാർട്ട്ണർക്കായിരിക്കണം കൊടുത്തിട്ടുണ്ടാവുന്നത്. പിന്നെ ഇറ്റ് മസ്റ്റ് റിലേറ്റ് ടു ദ ഫേംസ് ബിസിനസ്. ഫേമിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ നോട്ടീസ് ആയിരിക്കണം. ഇപ്പോൾ ഫേമിൻ്റെ ബിസിനസ്സായിട്ട് ബന്ധപ്പെടാതെ മറ്റെന്തെങ്കിലും പേഴ്സണൽ ഡീലിങ്സ് ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് നോട്ടീസ് കൊടുത്തതെങ്കിൽ അത് ബാധകമാവില്ല. ഫേമിൻ്റെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേ ആയിരിക്കണം ആ നോട്ടീസ് നമ്മൾ വർക്കിംഗ് പാർട്ട്ണർക്കായിരിക്കണം കൊടുത്തിട്ടുണ്ടാവേണ്ടത്. പിന്നെ അതൊരു ആക്ച്വൽ നോട്ടീസ് ആയിരിക്കണം. അതായത് ഇപ്പോൾ 3-4 പാർട്ട്നേഴ്സും വേറെ കുറച്ച് ഔട്ട്സൈഡ് പാർട്ടീസൊക്കെ ഒരു ഗ്രൂപ്പിൽ മെമ്പറാണെന്ന് വിചാരിക്കും, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുന്നു, അങ്ങനെയൊന്നും ആവരുത്. അത് ആക്ച്വൽ നോട്ടീസ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മളുടെ ആക്റ്റീവ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന നോട്ടീസ് ആ ഫേമിന് കിട്ടിയ നോട്ടീസായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഈ ഒരു ആക്റ്റീവ് പാർട്ട്ണർക്ക് നോട്ടീസ് കൊടുത്തു, പക്ഷെ ആ ആക്റ്റീവ് പാർട്ട്ണർ തന്നെ ഫ്രോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ തന്നെ ഏതെങ്കിലും ഫ്രോഡിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന നോട്ടീസ് വാലിഡ് ആയിരിക്കുമോ? അല്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ പാർട്ട്ണർക്ക് കൊടുത്ത നോട്ടീസ് ഫേമിന് മൊത്തം കിട്ടിയ നോട്ടീസായിട്ടോ അല്ലെങ്കിൽ മറ്റ് പാർട്ട്നേഴ്സിനെല്ലാം കിട്ടിയ നോട്ടീസായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതിന് എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആവും. നമ്മളുടെ ഫസ്റ്റ് കേസിൽ, അതായത് ഫ്രോഡ് വരുന്ന കേസല്ല, അല്ലാതെയുള്ള കേസിൻ്റെ എക്സാമ്പിൾ ഫസ്റ്റ് നോക്കാം. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ രണ്ടുപേരും കൂടി പാർട്ട്ണർഷിപ്പ് ഫേം നടത്തുകയെന്ന് വിചാരിക്കുക. നമ്മൾ ഐറ്റംസ് എടുക്കുന്നത് പുറത്താണ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഡീലിങ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്തൊരു കടയിൽ നിന്ന് ഒരു 500 വാഷിംഗ് മെഷീൻ എടുക്കുന്നു നമ്മളുടെ കടയിൽ വെച്ച് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 500 വാഷിംഗ് മെഷീൻ എടുക്കാൻ നേരത്ത് നമ്മളുടെ ആ സെല് ചെയ്യുന്ന ആൾ പറയുന്നു ഇത് കുറച്ച് ഡിഫക്റ്റീവ് ഐറ്റമാണ്, ഇതിനിങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്, എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്, ഇത് ഡിഫക്റ്റീവ് ഐറ്റമാണ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ടിൽ തരാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ടിൽ കൊടുത്തോ, ഇത്ര രൂപ ഡിസ്കൗണ്ട്, ഇപ്പോൾ ഒരു 20,000 റുപ്പീസിൻ്റെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു 15,000 റുപ്പീസിന് തരാം, ആകെ ഒരു ചെറിയ ഡിഫക്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ അടുത്ത് പറഞ്ഞു, നമ്മളത് സമ്മതിച്ചു, നമ്മൾ എഗ്രി ചെയ്തു. അപ്പോൾ ആക്റ്റീവ് പാർട്ട്ണർക്ക് നോട്ടീസ് തന്നു, ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട്, അതിന് ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഗ്രി ചെയ്തു, സമ്മതിച്ചു. അത് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന കാര്യമാണ്, കാരണം നമ്മളുടെ ബിസിനസ് എന്താണ്, ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഡീലിങ്സ് ആണ്. സോ നമ്മൾ സമ്മതിച്ചു, ആ സാധനം ഡെലിവറി ചെയ്തു. ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റു പാർട്ട്നേഴ്സിന് ഇത് ഞങ്ങൾക്ക് അറിയില്ല, ഇതിന് ഡിഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സാധനം വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് കൊടുത്തു വിടാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്, ആക്റ്റീവ് പാർട്ട്ണർക്ക് നോട്ടീസ് കിട്ടിയതാണ്, അത് അദ്ദേഹം സമ്മതിച്ചതാണ്. സോ അത് ഫേമിൻ്റെയും മറ്റ് പാർട്ട്നേഴ്സിൻ്റെയും അക്നോളജ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി നമ്മൾ ഫ്രോഡിൻ്റെ കേസ് പറഞ്ഞില്ലേ, ആ സെയിം ആക്റ്റീവ് പാർട്ട്ണർ തന്നെയാണ് ഫ്രോഡ് നടത്തുന്നതെങ്കിൽ ആ കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ സെയിം പറഞ്ഞ ഐറ്റം തന്നെ നമ്മുടെ ആക്റ്റീവ് പാർട്ട്ണറുടെ അടുത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതിന് കുറച്ച് ഡിഫക്റ്റ് ഉണ്ട്, പക്ഷേ നിങ്ങൾ വേറെ ആരുടെ അടുത്തും പറയണ്ട, ഡിസ്കൗണ്ടൊക്കെ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു 30% കമ്മീഷൻ തരാം, ഇതിന് ഡിഫക്റ്റ് ഉള്ള ആരോടും പറയണ്ട, നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൽ വെച്ച് ഇതങ്ങ് സെല്ല് ചെയ്താൽ മതി, ഈ ഐറ്റം എടുക്കുന്നതിന് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞാനൊരു 30% കമ്മീഷൻ തരാം എന്ന് ആ സെല്ലറും ഈ ആക്റ്റീവ് പാർട്ട്ണറും തമ്മിലൊരു ധാരണയിലെത്തുന്നു. അപ്പോൾ ആക്റ്റീവ് പാർട്ട്ണർ അതനുസരിച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു, നോർമൽ റേറ്റിൽ തന്നെ ഓർഡർ ചെയ്യുന്നു, അതിൻ്റെ 30% കമ്മീഷനും ഇദ്ദേഹം മേടിച്ച് പോക്കറ്റിലിടുന്നു.
അങ്ങനെയുള്ള കേസാണെങ്കിൽ എന്താണ്, ഈ ആക്റ്റീവ് പാർട്ട്ണർ തന്നെ ഫ്രോഡ് നടത്തിയേക്കുവാണ്. ആ കേസിൽ മറ്റു പാർട്ട്നേഴ്സിന് ആ ഗുഡ്സ് വന്നു കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇങ്ങനൊരു ഡിഫക്റ്റ് ഐറ്റത്തിനുണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ അവർക്ക് ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാൻ സാധിക്കും, അത് തിരിച്ചു വിടാനായിട്ട് സാധിക്കും. കാരണം ആ ഗുഡ്സ് വാങ്ങിച്ചത് അവരുടെ അറിവില്ലാതെയാണ്. അപ്പോൾ ആ കേസിൽ എല്ലാ പാർട്ട്നേഴ്സിനും ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് നോട്ടീസ് വേണം എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആക്റ്റീവ് പാർട്ട്ണർക്ക് കിട്ടിയ നോട്ടീസ് എല്ലാ പാർട്ട്ണർക്കും കിട്ടിയ നോട്ടീസായിട്ട് ആ ഒരു കേസിൽ മാത്രം ട്രീറ്റ് ചെയ്യില്ല. ആ ആക്റ്റീവ് പാർട്ട്ണർ ഫ്രോഡ് ചെയ്യുന്ന കേസിൽ മാത്രം. ഒന്നുകിൽ ആക്റ്റീവ് പാർട്ട്ണർ ഫ്രോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഫ്രോഡിന് കൂട്ടുനിൽക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലയബിലിറ്റി ടു തേർഡ് പാർട്ടീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ സ്റ്റാർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ലയബിലിറ്റി ടു തേർഡ് പാർട്ടീസ്. നമുക്ക് ഫസ്റ്റ് നോക്കാം ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ഫോർ ആക്ട്സ് ഓഫ് ദ ഫേം. ഫേമിൻ്റെ ആക്ട്സിന് പാർട്ട്ണറുടെ ലയബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? The partners are jointly and severally responsible to third parties for all acts which come under the scope of their express and implied authority. അതായത് അവരുടെ അതോറിറ്റിക്ക് അകത്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനും, ബിസിനസ് ഫേമിൻ്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനും അതിൻ്റെ പാർട്ട്നേഴ്സ് ജോയിൻ്റ്ലിയും ലയബിളാണ്, ഇൻഡിവിജ്വലിയും ലയബിളാണ്. അതാണ് നമ്മൾ ജോയിൻ്റ്ലി ആൻഡ് സെവറലി പറയുന്നത്. ജോയിൻ്റ്ലിയും ഇൻഡിവിജ്വലിയും അവർ ലയബിളാണ്. ലയബിലിറ്റി ഓഫ് ദ ഫേം ഫോർ റോങ്ഫുൾ ആക്ട്സ് ഓഫ് എ പാർട്ട്ണർ. ഏതെങ്കിലും പാർട്ട്ണർ തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിൽ നമ്മളുടെ ഫേമിന് ലയബിലിറ്റി വരുന്നുണ്ടോ ഇല്ലയോ? അത് എങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ ഒരു പാർട്ട്ണർ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്യുന്നു, ആ തെറ്റായി ചെയ്യുന്ന ആക്ടിവിറ്റി കൊണ്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ലോസോ ഡാമേജോ ഇഞ്ചുറീസോ എന്തെങ്കിലുമൊക്കെ വരുന്നു. അങ്ങനെയുള്ള കേസിൽ അതിന് അദ്ദേഹത്തിൻ്റെ ആ പാർട്ട്ണർ എന്നുള്ള അതോറിറ്റിക്ക്, എന്താണോ അദ്ദേഹത്തിൻ്റെ അതോറിറ്റി, ആ അതോറിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് ആക്ട് ചെയ്തതെങ്കിൽ അതിന് ഫേം ലയബിൾ ആണ്. ഫോർ ദ റോങ്ഫുൾ ആക്ട്സ് ഓഫ് എ പാർട്ട്ണർ ഇഫ് ദേ ആർ ഡൺ ബൈ ദ പാർട്ട്ണർ വൈൽ ആക്ടിങ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഫേം. നോർമലി ബിസിനസ്സിൻ്റെ ഓർഡിനറി കോഴ്സിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്ത ആക്ടിവിറ്റിയാണ്, അദ്ദേഹത്തിന് ചെയ്യാൻ അതോറിറ്റി ഉള്ള ആക്ടിവിറ്റി ആണെങ്കിൽ അതിന് ഫേം ലയബിൾ ആണ്. അതായത് ആ പേഴ്സണുണ്ടായ ഇഞ്ചുറിക്ക് എല്ലാ പാർട്ട്നേഴ്സും ലയബിൾ ആണ് തേർഡ് പാർട്ടിയുടെ അടുത്ത്. അതിനൊരു എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു മെഷീൻ, ഒരു ടയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ നടത്തുന്നതെന്ന് വിചാരിക്കുക. ഞാനും മിസ്റ്റർ എയും കൂടെ പാർട്ട്ണർഷിപ്പിൽ ടയർ ഉണ്ടാക്കുന്ന കമ്പനി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ എ അതിൻ്റെ മാനേജറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മിസ്റ്റർ എ നോക്കുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റീസും മിസ്റ്റർ എ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ മിസ്റ്റർ എ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്നതാണ് മിസ്റ്റർ എക്ക് അതെല്ലാം നോക്കാനും ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഓക്കെയാണ്, നമ്മൾ പറഞ്ഞ ഈ രണ്ട് കണ്ടീഷൻസും ഓക്കെയാണ്. മിസ്റ്റർ എയുടെ നെഗ്ലിജൻസ് കൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റാഫിന് ഒരു അപകടം പറ്റുന്നു. ഇപ്പോൾ ഒരു സ്റ്റാഫ് ഒരു മെഷീൻ്റെ അകത്ത് റിപ്പയർ ചെയ്യാൻ മെഷീൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കാതെ മിസ്റ്റർ എ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റാഫിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുന്നു. അതിന് ആരാണ് റെസ്പോൺസിബിൾ? ആ ഫേം റെസ്പോൺസിബിൾ ആണ് തേർഡ് പാർട്ടിയുടെ അടുത്ത്. അതായത് എല്ലാ പാർട്ട്നേഴ്സും റെസ്പോൺസിബിൾ ആണ് ഫോർ ലോസ് ഓർ ഇഞ്ചുറി കോസ്ഡ് ബൈ ഹിം ബൈ ദ നെഗ്ലിജൻറ്റ് ആക്ട് ഓഫ് എ പാർട്ട്ണർ ആക്ടിങ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ദ ബിസിനസ്. ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വന്ന ഒരു നെഗ്ലിജൻസ് കൊണ്ട് ഉണ്ടായ ഒരു അപകടമാണിത്. അപ്പോൾ അതിൽ ആ ഇഞ്ചുറിക്ക് നമ്മളുടെ ഫേം ലയബിൾ ആണ്. അതായത് എല്ലാ പാർട്ട്നേഴ്സും തേർഡ് പാർട്ടിയുടെ അടുത്ത് ലയബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലയബിലിറ്റി ഓഫ് ഫേം ഫോർ മിസ് ആപ്ലിക്കേഷൻ ബൈ എ പാർട്ട്ണർ. അതിൽ രണ്ട് കേസ് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് കവേഴ്സ് ദ കേസ് വേർ എ പാർട്ട്ണർ ആക്ട്സ് വിത്തിൻ ഹിസ് അതോറിറ്റി ആൻഡ് ഡ്യൂ ടു ഹിസ് അതോറിറ്റി ആസ് എ പാർട്ട്ണർ ഹി റിസീവ്സ് മണി ഓർ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു എ തേർഡ് പാർട്ടി ആൻഡ് മിസ് അപ്ലൈസ് ദാറ്റ് മണി ഓർ പ്രോപ്പർട്ടി. അതായത് ഒരു പാർട്ട്ണർ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മണിയോ പ്രോപ്പർട്ടിയോ എന്തെങ്കിലും റിസീവ് ചെയ്യുന്നു, അയാളത് മിസ് ആപ്ലിക്കേഷൻ ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനും നിങ്ങളും കൂടെ ഒരു കാർ പാർക്കിങ്ങിൻ്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഏരിയ എടുത്തിട്ട് അവിടെ നമ്മൾ കാർ പാർക്കിംഗ് കൊടുക്കുന്നു, അതിന് എമൗണ്ട് കളക്ട് ചെയ്യുന്നു, അതിൻ്റെ ഫീസ് കളക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും, അതാണ് നമ്മളുടെ ബിസിനസ്. ആ സമയത്ത് ഒരാൾ കൊണ്ട് കാറ് പാർക്ക് ചെയ്യുന്നു, അപ്പോൾ കീയും തന്നിട്ട് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടോ കാറൊന്ന് നീക്കിയിടണമെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് കീയും തന്നിട്ട് ഇദ്ദേഹം പോയി. ആ കാറ് ഞാനെടുത്ത് വേറൊരാൾക്ക് സെല്ല് ചെയ്യുന്നു.
അപ്പോൾ ചെയ്ത ആക്ടിവിറ്റി എന്താണ്? ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ കാർ പാർക്കിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആക്ടിവിറ്റിയാണ്. പക്ഷേ ആ കാർ ഞാൻ എടുത്തൊരു തേർഡ് പാർട്ടിക്ക് സെല്ല് ചെയ്യുന്നു. സെല്ല് ചെയ്തിട്ട് അതിൻ്റെ പൈസ ഞാൻ മേടിക്കുന്നു. അപ്പോൾ അത് ഒരു കേസ്. ഇനി സെക്കൻഡ് കേസ് വരുന്നത് നമ്മൾ when money or property has come into the custody of the firm and it is misapplied by any of the partners. ഇപ്പോൾ ഫസ്റ്റ് കേസിലെന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ കസ്റ്റഡിയിലല്ല, അത് നമ്മളുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു, അവിടുന്ന് ഞാൻ അത് വേറൊരാൾക്ക് സെല്ല് ചെയ്തു. അതൊരു കേസ്. ഇനി സെക്കൻഡ് കേസ് വരുന്നത് എന്താണ്? ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ച് പറയുന്നു, എനിക്ക് അവിടെ കുറച്ച് വണ്ടി, ഇപ്പോൾ ഒരു മാസത്തേക്ക് എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്യണം, ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോവുകയാണ്, അപ്പോൾ നിങ്ങൾ എൻ്റെ വണ്ടി ഒന്ന് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തേക്കാമോ? അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയി കാറ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞത്. കാരണം അത്ര റിച്ച് കസ്റ്റമറാണ്, പ്രയോറിറ്റി കസ്റ്റമറാണ്. സോ ഞാൻ അവരുടെ ഓഫീസിലോ എവിടെയെങ്കിലും പോയി കാർ എടുത്തുകൊണ്ട് വരുന്നു, പാർക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. പക്ഷെ ഞാൻ പാർക്ക് ചെയ്യുന്നില്ല, ഞാൻ അതുകൊണ്ട് മറ്റൊരാൾക്ക് സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കേസിലാണെങ്കിലും, അതായത് നമ്മളുടെ ബിസിനസ് ഫേമിൻ്റെ കസ്റ്റഡിയിൽ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണി വന്നിട്ട് അത് പാർട്ട്ണർ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന കേസാണെങ്കിലും, അങ്ങനെയല്ല പാർട്ട്ണർ നമ്മളുടെ ബിസിനസ് ഫേമിൻ്റെ കസ്റ്റഡിയിൽ ആ പ്രോപ്പർട്ടിയോ ക്യാഷോ വരാതെ പാർട്ട്ണർ തന്നെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന കേസാണെങ്കിലും, രണ്ട് കേസിലും ഫേം ലയബിളാണ്. കാരണം എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ അതോറിറ്റിക്കകത്ത് നിന്നുകൊണ്ട് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്ന ആക്ടിവിറ്റിയാണ്. സോ അതുകൊണ്ട് ഈ രണ്ട് കേസിലും നമ്മളുടെ ഫേം ലയബിളാണ്. If receipt of money by one partner is not within the scope of his apparent authority, his receipt cannot be regarded as a receipt by the firm and the other partners will not be liable. ഇത് നമ്മൾ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല എങ്കിൽ, അദ്ദേഹത്തിൻ്റെ അതോറിറ്റിക്ക് വെളിയിൽ നിന്നുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ അതിന് ഫേം ലയബിൾ ആയിരിക്കില്ല. ആ പാർട്ട്ണർ എലോൺ വിൽ ബി ലയബിൾ. ആ ഫേമോ അല്ലെങ്കിൽ മറ്റു പാർട്ട്നേഴ്സോ അതിന് ലയബിൾ ആയിരിക്കില്ല. ഇനി ആ കേസിൽ അൺലെസ് ദ മണി റിസീവ്ഡ് കംസ് ഇൻ ടു ദെയർ പൊസഷൻ ഓർ അണ്ടർ കൺട്രോൾ, ഫേമിൻ്റെയോ മറ്റ് പാർട്ട്നേഴ്സിൻ്റെയോ കൺട്രോളിൽ ആ പ്രോപ്പർട്ടി വരികയോ അല്ലെങ്കിൽ ആ കിട്ടിയ ക്യാഷിൻ്റെ പോർഷൻ വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാത്തിടത്തോളം കാലം അതിന് മറ്റ് പാർട്ട്നേഴ്സോ ആ ഫേമോ ലയബിൾ ആയിരിക്കില്ല. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കാം. ABC 3 പാർട്ട്നേഴ്സാണ്, അവർ കാർ പാർക്കിങ്ങിൻ്റെ ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ പാർക്കിങ്ങിലിട്ടൊരു കാറ് A എടുത്ത് സെല്ല് ചെയ്യുന്നു. ആ കേസിൽ ഫേം മൊത്തം ലയബിളാണ്. കാരണം എന്താണ്? അത് നമ്മളുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്നതാണ്. ഇനി വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽസ് സെല്ലിങ്ങിൻ്റെ ബിസിനസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഞാനുമുണ്ട്, നിങ്ങളുമുണ്ട്, മിസ്റ്റർ എയും ഉണ്ട്. നമ്മൾ 3 പാർട്ട്നേഴ്സാണ്. അപ്പോൾ മിസ്റ്റർ എ എന്താ ചെയ്യുന്നത്? അപ്പോൾ നോർമലി നമ്മൾ ഒരു സെല്ലറുടെ അടുത്ത് നിന്ന് ഗുഡ്സ് ക്രെഡിറ്റിൽ വാങ്ങിക്കാറുണ്ട്, ബൾക്കായിട്ട് വാങ്ങിക്കും, നമ്മൾ നമ്മുടെ ഷോപ്പിൽ സെല്ല് ചെയ്യും. അങ്ങനെ നമ്മൾ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ചെയ്യുന്നതാണ്, സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ മിസ്റ്റർ എ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് ക്രെഡിറ്റിൽ വാങ്ങിച്ചിട്ട് അത് അദ്ദേഹം ഫേമിൻ്റെ പേരിലൊക്കെ തന്നെ വാങ്ങിച്ചു. പക്ഷേ അദ്ദേഹം അത് ഫേമിലേക്ക് കൊണ്ടുവന്നില്ല, അദ്ദേഹം അത് മിസ്ആപ്ലിക്കേഷൻ ചെയ്തു, മറ്റാർക്കെങ്കിലും സെല്ല് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആ കേസ്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇത് വല്ലതും അറിയേണ്ട കാര്യമുണ്ടോ? ഫേമിൻ്റെ നെയിമിൽ നോർമൽ കോഴ്സിൽ നമ്മൾ അങ്ങനെ ക്രെഡിറ്റിൽ വാങ്ങിക്കാറുണ്ട് ഡ്രസ് മെറ്റീരിയൽസ്. ഇപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് ഓർഡർ ചെയ്യും, ചിലപ്പോൾ നിങ്ങളായിരിക്കും, ചിലപ്പോൾ ഞാനായിരിക്കും, ചിലപ്പോൾ മിസ്റ്റർ എ ആയിരിക്കും. നമ്മൾ ഓർഡർ ചെയ്യും, സാധനം വരും, നമ്മൾ പേയ്മെൻറ്റ് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കും. ഇത് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. പക്ഷേ മിസ്റ്റർ എ എന്ത് ചെയ്തു? മിസ്റ്റർ എ വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയോ, നിങ്ങൾ ഫേമിൽ വെച്ചോ, ബിസിനസ് ചെയ്തോ, അതൊന്നും അറിയേണ്ട കാര്യമില്ല. നോർമലി ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ക്രെഡിറ്റിൽ സാധനം തരാറുണ്ട്. അപ്പോൾ അത് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യവും ഞാൻ അതുപോലെ തന്നു, അതിന് നിങ്ങൾ ക്യാഷ് തരണം. അത് മിസ്റ്റർ എ വീട്ടിൽ കൊണ്ടുപോയോ നിങ്ങൾ സെല്ല് ചെയ്തോ എന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. സോ മനസ്സിലായില്ലേ? തേർഡ് പാർട്ടിക്ക് അതറിയേണ്ട കാര്യമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് ട്രാൻസ്ഫറി ഓഫ് എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ്. അതായത് നമ്മൾക്ക് മറ്റ് പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്നത് പോലെ തന്നെ പാർട്ട്ണർഷിപ്പിലെ ഷെയറും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് പ്രോപ്പർട്ടീസ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പിലെ ഷെയർ, ഇപ്പോൾ എനിക്ക് പാർട്ട്ണർഷിപ്പിൽ ഒരു ഷെയർ ഉണ്ട്, ഞാനത് മിസ്റ്റർ എക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. മിസ്റ്റർ എക്ക് ആ ഷെയർ കിട്ടിയെന്ന് പറഞ്ഞ് മിസ്റ്റർ എ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ എനിക്ക് തുല്യമാകുന്നില്ല. എനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും മിസ്റ്റർ എക്ക് ഷെയർ കിട്ടിയെന്ന് പറഞ്ഞ് മിസ്റ്റർ എക്ക് ഉടനെ വന്ന് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ കോൺഫിഡൻസിൽ വർക്ക് ചെയ്യുന്നതാണ്.
അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വരുന്നത് മ്യൂച്വൽ കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഞാനും നിങ്ങളും കൂടിയാണ് പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്ത് നടത്തിക്കൊണ്ടിരുന്നത്. സോ നമ്മൾ തമ്മിലൊരു മ്യൂച്വൽ കോൺഫിഡൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. മിസ്റ്റർ എ ആയിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ കോൺഫിഡൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? ഇല്ല. മിസ്റ്റർ എ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയോ പോലും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഷെയർ മിസ്റ്റർ എക്ക് കിട്ടിയെന്ന് പറഞ്ഞ് മിസ്റ്റർ എക്ക് എൻ്റെ എല്ലാ റൈറ്റ്സും കിട്ടുന്നില്ല ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ. മിസ്റ്റർ എക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം. എ ഷെയർ ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് ട്രാൻസ്ഫറബിൾ ലൈക്ക് എനി അതർ പ്രോപ്പർട്ടി. But as a partnership relationship is based on mutual confidence, the assignee of a partner's interest by sale, mortgage or otherwise cannot enjoy the same rights and privileges as the original partner. ഒറിജിനൽ പാർട്ട്ണർക്കുള്ള എല്ലാ റൈറ്റ്സും പ്രിവിലേജസും ഈ അസൈൻ ചെയ്ത് കിട്ടുന്ന ആൾക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ആൾക്ക് ഉണ്ടാവില്ല. അയാൾക്ക് എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് നമുക്ക് നോക്കാം. During the continuance of the partnership, such transferee is not entitled to interfere with the conduct of the business. ബിസിനസ് ഫേം റൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ എൻ്റെ ഷെയർ മിസ്റ്റർ എക്ക് ട്രാൻസ്ഫർ ചെയ്തു. മിസ്റ്റർ എക്ക് എൻ്റെ ഷെയർ കിട്ടിയെന്ന് പറഞ്ഞ് നാളെ തന്നെ വന്ന് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ്സിൽ എൻ്റർ ചെയ്യാനോ അതിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അതിൽ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. പിന്നെ ടു റിക്വയർ അക്കൗണ്ട്സ്, എനിക്ക് അക്കൗണ്ട്സ് ഒക്കെ കാണണം, എനിക്കിതിന് ഷെയർ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട്സ് കാണണം, അക്കൗണ്ട്സ് എനിക്ക് വെരിഫൈ ചെയ്യണം, നിങ്ങൾ കറക്റ്റായിട്ടാണോ അക്കൗണ്ട്സ് എഴുതിയേക്കുന്നത്, എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നൊക്കെ എനിക്കറിയണം, അത് വെരിഫൈ ചെയ്യണം. അങ്ങനെയൊന്നും പറയാനായിട്ട് മിസ്റ്റർ എക്ക് സാധിക്കില്ല, അതായത് ട്രാൻസ്ഫറിക്ക് സാധിക്കില്ല. പിന്നെ അയാൾക്ക് പിന്നെ എന്താ ബെനിഫിറ്റ് ഉള്ളത്? ഓൺലി എൻറ്റൈറ്റിൽ ടു റിസീവ് ദ ഷെയർ ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ട്രാൻസ്ഫറിങ് പാർട്ട്ണർ. അതായത് എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത്, ഇപ്പോൾ 20% പ്രോഫിറ്റാണ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഷെയർ മിസ്റ്റർ എക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തപ്പോൾ മിസ്റ്റർ എക്ക് ആ 20% പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ അത് മേടിക്കാം. അത് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അത് മാത്രമേ മിസ്റ്റർ എക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പിറ്റേ ദിവസം വന്നിട്ട് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു, അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇത് നമ്മൾ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ഓർ ഓൺ ദ റിട്ടയർമെൻറ്റ് ഓഫ് ദ ട്രാൻസ്ഫറിങ് പാർട്ട്ണർ, ഒന്നുകിൽ ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത പാർട്ട്ണറുടെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്തോ, അങ്ങനെയുള്ള സമയത്താണെങ്കിൽ ദ ട്രാൻസ്ഫറി വിൽ ബി എൻറ്റൈറ്റിൽഡ് എഗെയിൻസ്റ്റ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് to receive the share of the assets of the firm to which the transferring partners are entitled. നമ്മളുടെ ട്രാൻസ്ഫറിങ് പാർട്ട്ണർക്ക് എന്ത് ഷെയർ ആണോ കിട്ടാനുള്ളത് ആ ഷെയർ നമ്മൾ ഈ ട്രാൻസ്ഫറിക്ക് മേടിക്കാനായിട്ട് സാധിക്കും. എന്തിൻ്റെ സമയത്ത്? ഡിസൊല്യൂഷൻ്റെ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത്. ആ പർപ്പസിന് വേണമെങ്കിൽ അവർക്ക് ഡിസൊല്യൂഷൻ കഴിഞ്ഞ സമയത്ത് തൊട്ടുള്ള ആ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് നോക്കാനോ അത് ചോദിക്കാനായിട്ട് സാധിക്കും. ഡിസൊല്യൂഷൻ കഴിഞ്ഞ് എത്ര ഷെയർ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രോപ്പർട്ടിയുടെ എത്ര വാല്യൂ കിട്ടാനുണ്ട്, എത്ര പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടാനുണ്ട്, അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം അക്കൗണ്ട്സ് ചോദിക്കാൻ സാധിക്കും. അല്ലാതെ ഒരു ബിസിനസ് ഫേം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാനോ ഇൻസ്പെക്ട് ചെയ്യാനോ ഒന്നും ഒരു റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി അല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ കിട്ടിയ ആൾക്ക് അതിനൊന്നും എലിജിബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മൈനേഴ്സിൻ്റെ കേസാണ്. മൈനേഴ്സ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, സെക്ഷൻ 30. നമ്മളുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ മൈനറെ അഡ്മിറ്റ് ചെയ്യുന്നു. മൈനർക്ക് നമ്മളുടെ ബിസിനസ് ഫേമിൽ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മളുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ആണ്. സോ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ മൈനർക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മൈനർ എപ്പോഴും ബെനിഫിഷ്യറി ആയിട്ട് നമ്മൾക്ക് പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യിക്കാൻ സാധിക്കും, പക്ഷേ ഒരു പാർട്ട്ണറായിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഇപ്പം നമുക്ക് 2 മേജർ ആളുകൾ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിമം 2 മേജർ ആളുകളെങ്കിലും ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾക്ക് വേണമെങ്കിൽ മൈനറെ അതിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഒരു മേജർ പാർട്ട്ണറും ഒരു മൈനറും കൂടെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ മേജർ പാർട്ട്നേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിൽ മാത്രമേ നമുക്ക് മൈനറെ ബെനിഫിറ്റിന് വേണ്ടി ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമ്മൾക്ക് അങ്ങനെ ആഡ് ചെയ്യപ്പെടുന്ന മൈനറുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് റൈറ്റ് ടു ഹിസ് എഗ്രീഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ഓർ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം. നമ്മൾ
എത്ര പെർസെൻറ്റേജ് ഷെയർ, പ്രോഫിറ്റ് ഷെയർ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഷെയർ എത്ര പെർസെൻറ്റേജ് ആണോ എഗ്രി ചെയ്തേക്കുന്നത് അത് റിസീവ് ചെയ്യാനായിട്ട് ആ മൈനർക്ക് റൈറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 10% പ്രോഫിറ്റ് ആണ് പറഞ്ഞേക്കുന്നതെങ്കിൽ ആ 10% പ്രോഫിറ്റ് റിസീവ് ചെയ്യാനായിട്ട് റൈറ്റ് ഉണ്ട്. ക്യാൻ ഹാവ് ആക്സസ് ടു ഇൻസ്പെക്ട് ആൻഡ് കോപ്പി ദ അക്കൗണ്ട്സ് ഓഫ് ദ ഫേം. ഫേമിൻ്റെ അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതെന്തെങ്കിലും കോപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്തെടുക്കാനോ അതിനെല്ലാം മൈനർക്ക് സാധിക്കും. പക്ഷേ നമ്മളുടെ കോൺഫിഡൻഷ്യലായ ഇൻഫർമേഷനൊന്നും മൈനർക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. മൈനർ നമ്മളുടെ പാർട്ട്ണർ അല്ലല്ലോ, മൈനർ ബെനിഫിഷ്യറി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളത് തരില്ല. നിങ്ങൾക്ക് ബാക്കി അക്കൗണ്ട്സ് ഒക്കെ വേണേൽ വെരിഫൈ ചെയ്യാം, അല്ലാതെ കോൺഫിഡൻഷ്യലായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ മൈനർ എടുത്ത് പറയുന്നതാണ്. പിന്നെ he can sue the partners for accounts or for payment of his share, but only when severing his connection with the firm and not otherwise. അതായത് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനർ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ മൈനർ മേജറായി കഴിഞ്ഞിട്ട് വിത്തിൻ 6 months, അതായത് മേജറായ ഡേറ്റ് തൊട്ട് 6 monthsനുള്ളിൽ നമ്മുടെ മൈനർ ഡിസൈഡ് ചെയ്ത് പറയണം പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ അതോ ഇനി പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മൈനർ ആയിരിക്കുന്നിടത്തോളം സമയത്ത് പാർട്ട്ണർഷിപ്പിൻ്റെ ലയബിലിറ്റീസ് ഒന്നും ഇദ്ദേഹത്തിന് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല. മൈനർക്ക് അതൊന്നും ആപ്ലിക്കബിൾ അല്ല. അതിൻ്റെ ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മൈനർക്ക് ഷെയർ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാതെ നമ്മുടെ ഫേമിൻ്റെ ഡെറ്റ്സിനോ ലയബിലിറ്റീസിനോ ഒന്നും നമ്മുടെ മൈനർക്ക് ഒരു ലയബിലിറ്റിയും ഇല്ല. പക്ഷേ മേജർ ആയി കഴിഞ്ഞാൽ ഈ ലയബിലിറ്റിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് മേജർ ആയി കഴിഞ്ഞ് വിത്തിൻ 6 months നമ്മളുടെ മൈനർ ഡിസൈഡ് ചെയ്ത് പറയണം ഞാൻ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ഇന്ന് മൈനർ അല്ലെങ്കിൽ ജനുവരി 1 മേജറായി എന്ന് വിചാരിക്കുക. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ 6 monthsനുള്ള 6 months ആവുന്നതിന് മുമ്പ് ഒരു 5 months കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുവാണ്, നമ്മുടെ മൈനർ പറയുവാണ് ഞാൻ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇനി ലയബിലിറ്റി ഒക്കെ വരുമല്ലോ, അപ്പോൾ എനിക്ക് ലയബിലിറ്റി ഒന്നും എടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് ഇനി ഒരു ആക്ടിങ് നോർമൽ ഒരു പാർട്ട്ണറെ പോലെ ആവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും നാൾ എനിക്ക് ബെനിഫിറ്റ്സ് മാത്രമല്ലേ കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് മൈനർ പറയുവാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താണ്, മൈനർ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ മൈനർ പറയും ലാസ്റ്റ് 5 months ഞാൻ വർക്ക് ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ എൻ്റെ ഷെയർ തരൂ, എൻ്റെ പ്രോഫിറ്റ് ഷെയർ എന്ന് വെച്ചാൽ ലാസ്റ്റ് 5 monthsൻ്റെ പ്രോഫിറ്റ് ഷെയർ എനിക്ക് തരണമല്ലോ. അപ്പോൾ മറ്റു പാർട്ട്നേഴ്സ് പറയുകയാണ് ഇല്ല നിങ്ങൾ എന്തായാലും പോവുമല്ലേ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന്, അതുകൊണ്ട് ഷെയറും ഇല്ല ഒന്നുമില്ല, പോവുകയാണെങ്കിൽ ബൈ വേഗം പൊക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കേസിൽ മാത്രം നമ്മളുടെ മൈനർക്ക് എൻ്റെ ഷെയർ വേണം അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള പേയ്മെൻറ്റ് വേണം എന്നും പറഞ്ഞ് മറ്റ് പാർട്ട്നേഴ്സിനെതിരെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ലാത്ത കേസിൽ കേസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓപ്ഷൻ ടു ബിക്കം പാർട്ട്ണർ. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഓപ്ഷൻ ടു ബിക്കം പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. മെജോറിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 6 months നമ്മളുടെ മൈനർക്ക് ഡിസൈഡ് ചെയ്യാം പാർട്ട്ണർ ആവണോ വേണ്ടയോ എന്ന്, പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന്. ഇനി ഇഫ് ഹി എലക്ട്സ് ടു ബിക്കം പാർട്ട്ണർ ആവണമെന്ന് തീരുമാനിച്ചാൽ then he is entitled to share to which he was entitled as a minor unless otherwise agreed. അതായത് പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇതുവരെ എങ്ങനെയാണോ ഷെയർ കിട്ടിക്കൊണ്ടിരുന്നത് ആ ഷെയർ ആ പെർസെൻറ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അൺലെസ് അതർവൈസ് എഗ്രീഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, മൈനർ പറയുവാണ് ഞാൻ ഇനിയിപ്പോൾ ലയബിലിറ്റി എടുക്കുന്നില്ലേ, ഇത്രയും നാളും എനിക്ക് ലയബിലിറ്റി ഒന്നുമില്ലായിരുന്നു, അപ്പോൾ ഞാൻ ലയബിലിറ്റി എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ 10% പ്രോഫിറ്റ് ഷെയർ കിട്ടിയാൽ പോരാ, എനിക്കൊരു 20% പ്രോഫിറ്റ് ഷെയർ വേണം. അപ്പോൾ അങ്ങനെ പറയുന്നു, മറ്റു പാർട്ട്നേഴ്സ് ഡിസൈഡ് ചെയ്ത് അത് എഗ്രി ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കേസാണെങ്കിൽ നേരത്തെ ചെയ്ത സെയിം പെർസെൻറ്റേജ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ അല്ലാതെ നോർമൽ കേസിൽ എന്താണ്, നേരത്തെ ഏത് ഷെയർ ആണോ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഷെയറിൽ തന്നെ മൈനർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ മേജർ ആയി കഴിഞ്ഞാൽ മൈനർക്ക് ലയബിലിറ്റീസ് എല്ലാം ലയബിളായിട്ട് വരും. എല്ലാ ഫേമിൻ്റെ ലയബിലിറ്റീസിന് മൈനറും ലയബിളാണ്. ഇനി ഇഫ് ഹി ഡസ് നോട്ട്, മൈനർ വിചാരിക്കുവാണ് ഞാൻ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ then his share is not liable for any acts of the firm
ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് പബ്ലിക് നോട്ടീസ് സെർവ് ടു ദാറ്റ് ഇഫക്റ്റ്. മൈനർ ഡിസൈഡ് ചെയ്യുന്നു ഞാൻ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല, എനിക്കതിന് താല്പര്യമില്ല എന്നാണ് ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഡേറ്റ് തൊട്ട് മൈനറുടെ അസറ്റ്സ്, മൈനറുടെ ഷെയർ ലയബിൾ ആയിരിക്കില്ല ഫേമിൻ്റെ ആക്ടിവിറ്റീസിന്. എപ്പോൾ തൊട്ടാണ് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മൈനർ എന്ത് ചെയ്യണം? പബ്ലിക് നോട്ടീസ് കൊടുക്കണം. ഞാൻ ഇനി പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ള പബ്ലിക് നോട്ടീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കുന്നത് വരെ, അങ്ങനെ ഇപ്പോൾ ഇന്ന് നോട്ടീസ് കൊടുത്താൽ ഇന്ന് തൊട്ടുള്ള ആക്ടിവിറ്റീസിന് നമ്മളുടെ മൈനർ ലയബിൾ ആയിരിക്കില്ല, മൈനറുടെ പ്രോഫിറ്റ് ഷെയർ ഒന്നും ലയബിൾ ആയിരിക്കില്ല. ഇനി അതല്ലെങ്കിൽ ആ നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുന്നത് നമുക്ക് നോക്കാം. നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് നമ്മൾ പുറകെ പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ലയബിലിറ്റീസ് നോക്കാം. ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ റൈറ്റ്സ് നോക്കി മൈനറുടെ. ഇനി ലയബിലിറ്റീസിൽ ഫസ്റ്റ് ബിഫോർ അറ്റൈനിങ് മെജോറിറ്റി ആകുന്നതിന് മുമ്പ് എങ്ങനെയാണ്? The liability of the minor is limited only to the extent of his share in the profits and the property of the firm. നമ്മൾ മൈനറുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയർ എത്രയാണോ ആ പ്രോഫിറ്റ് ഷെയർ, അതായത് കിട്ടുന്ന ഷെയർ, ഇപ്പോൾ അഥവാ ഫേമിന് ലോസ് വന്നാൽ എന്ത് പറ്റും? ആ കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ പോകുന്നുള്ളൂ, അല്ലാതെ മൈനർക്ക് പേഴ്സണൽ ലയബിലിറ്റി ഒന്നും വരുന്നില്ല. 10% പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ ഫേമിന് പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ഷെയർ കിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ പേഴ്സണലായിട്ട് കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല, പേഴ്സണൽ ലയബിലിറ്റി ഒന്നും മൈനർക്കില്ല. മൈനറെ നമ്മൾക്ക് ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബട്ട് ഇഫ് ദ ഫേം ഈസ് ഡിക്ലെയർഡ് ഇൻസോൾവെൻറ്റ് ഹിസ് ഷെയർ ഇൻ ദ ഫേം വെസ്റ്റ് ഇൻ ദ ഒഫീഷ്യൽ റിസീവർ ഓർ അസൈനി. മൈനറെ നമുക്ക് ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ മൈനർ ഉൾപ്പെടുന്ന ആ ഫേം ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ അതിൽ മൈനറുടെ പ്രോപ്പർട്ടി ഷെയറും കൂടെ നമ്മുടെ ലിക്വിഡേറ്ററുടെ അല്ലെങ്കിൽ ഒഫീഷ്യൽ റിസീവറുടെ കയ്യിലേക്ക് അത് പോവും, ആ പ്രോപ്പർട്ടി ഷെയർ. അത്രേ ഉള്ളൂ, അല്ലാതെ മൈനറെ നമ്മൾക്ക് ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ നോക്കിയത് ബിഫോർ അറ്റൈനിങ് മെജോറിറ്റി ആണ്. ഇനി ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി എങ്ങനെയാണ്? വിത്തിൻ 6 months ഓഫ് ഹിസ് അറ്റൈനിങ് മെജോറിറ്റി, ഒന്നുകിൽ മെജോറിറ്റി ആയതിന്, അതായത് 18 years കംപ്ലീറ്റ് ആയതിന് 6 മാസത്തിന് ഉള്ളിൽ, അതല്ലെങ്കിൽ or on his obtaining knowledge that he had been admitted to the benefits of partnership whichever date is later. ആ പോയിന്റ് കൊണ്ട് എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ CA ഒക്കെ പാസ്സായി കഴിഞ്ഞ് ഫൈനലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയെന്ന് വിചാരിക്കുക. ഇന്ന് നിങ്ങളിപ്പോൾ പാസ്സായി ഇറങ്ങി, നാളെ തൊട്ട് നിങ്ങൾക്ക് പോയി എല്ലാ ബിസിനസ് ഫേമിൻ്റെയും അക്കൗണ്ട്സ് അങ്ങ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിന് കുറച്ച് ടൈം എടുക്കില്ലേ? നിങ്ങളതിൻ്റെ പ്രോസസ്സ് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ആരുടെയെങ്കിലും കൂടെ നിന്ന് നന്നായിട്ടൊക്കെ മനസ്സിലാക്കണം, എന്നിട്ടല്ലേ നിങ്ങൾ തുടങ്ങുള്ളൂ. അല്ലാതെ ഇന്നൊരു പഠിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ നാളെ തന്നെ നിങ്ങൾക്ക് പോയി എല്ലാ ഫേമിലും ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ 18 years ആയി എന്ന് വിചാരിക്കുക. ഇന്ന് 18 years തികഞ്ഞാൽ, ഇന്ന് 18 years ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും വെളിപാടോ അല്ലെങ്കിൽ അങ്ങനെ അരുൾപ്പാടോ ഒന്നും ഉണ്ടാവുമല്ലോ. 18 years ആയി, ഇത്രയും നാളും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിങ്ങൾ പാർട്ട്ണർ ആയിരുന്നു, അപ്പോൾ ഇത്രയും നാളും നിങ്ങൾക്ക് ലയബിലിറ്റീസ് ഇല്ലായിരുന്നു, ഇനിയിപ്പോൾ ലയബിലിറ്റി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എല്ലാം ഓർമ്മയിൽ വന്നോളണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് വിത്തിൻ 6 months ഓഫ് ഹിസ് അറ്റൈനിങ് മെജോറിറ്റി, അല്ലെങ്കിൽ ഒന്നുകിൽ മെജോറിറ്റി ആയി 6 monthsനുള്ളിൽ, അതല്ലെങ്കിൽ എപ്പോഴാണോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അത് ആ ഒരു പീരീഡ്, വിച്ച് എവർ ഈസ് ലേറ്റർ. ഇപ്പോൾ ചില ആളുകളുണ്ട് 20-22 വയസ്സായാലും കുട്ടിക്കളിയൊന്നും മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതാണോ ലേറ്റർ വരുന്നത്, അങ്ങനെ വരുന്ന സമയത്ത് ദ മൈനർ പാർട്ട്ണർ ഹാസ് ടു ഡിസൈഡ് വെദർ ഹി ഷാൽ റിമെയിൻ എ പാർട്ട്ണർ ഓർ ലീവ് ദ ഫേം. അപ്പം അങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഞാനിങ്ങനെ പാർട്ട്ണറാണ്, അതിലപ്പോൾ ലയബിലിറ്റി ഉണ്ട്, ഇനിയിപ്പോൾ ഞാൻ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലയബിലിറ്റി വരും, ഇതുവരെ എനിക്ക് ലയബിലിറ്റി ഇല്ലായിരുന്നു. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന സമയത്ത് പാർട്ട്ണർക്ക് ഡിസൈഡ് ചെയ്യാം, ഇനി പാർട്ട്ണർഷിപ്പിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യണോ, ഒരു നോർമൽ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യണോ, അതോ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിരിയണോ എന്ന്. വെർ ഹി ഹാസ് നോട്ട് എലക്റ്റഡ് ടു ബിക്കം പാർട്ട്ണർ ഹി മേ ഗീവ് പബ്ലിക് നോട്ടീസ്. പാർട്ട്ണർഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം? പബ്ലിക് നോട്ടീസ് കൊടുക്കണം. കാരണം അത്രയും നാളും നിങ്ങൾ ആ പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ഔട്ട്സൈഡേഴ്സിന് അറിയില്ല നിങ്ങൾ മൈനറാണോ മേജറാണോ, നിങ്ങൾക്ക് ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും. അപ്പോൾ പബ്ലിക്കിന് നിങ്ങൾ നോട്ടീസ് കൊടുക്കാതെ അവരെങ്ങനെയാണ് അറിയുന്നത് നിങ്ങൾ ഇനി ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടോ ഇല്ലയോ എന്ന്? സോ അതുകൊണ്ട് നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം.
If he fails to give such notice, he shall become a partner in the firm on the expiry of the said 6 months. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് നമ്മൾ പുറകെ പഠിക്കുമെന്ന്. വിത്തിൻ 6 മന്ത്സിനുള്ളിൽ നോട്ടീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ട്ണർ ആവുന്നില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? 6 മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ മൈനർ ഓട്ടോമാറ്റിക് പാർട്ട്ണർ ആവും. കാരണം നോട്ടീസ് കൊടുത്തില്ല, എനിക്കിഷ്ടമല്ല, പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കണ്ടിന്യൂ ചെയ്യാമെന്നല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഡീം ചെയ്യുന്ന? അതായിരിക്കും താല്പര്യം. സോ നോർമൽ പാർട്ട്ണറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടും 6 മന്ത്സിനുള്ളിൽ നോട്ടീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. ഇനി വെൻ ഹി ബിക്കംസ് എ പാർട്ട്ണർ, നമ്മളുടെ മൈനർ പാർട്ട്ണർ ആവുകയാണെങ്കിൽ, മൈനർ എങ്ങനെയാണ് പാർട്ട്ണർ ആവുന്നത്? ഒന്നുകിൽ സ്വന്തം ഇഷ്ടം കൊണ്ട് പാർട്ട്ണർ ആവും, അതായത് പാർട്ട്ണർ ആവണം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു, പാർട്ട്ണറായി. ഇനി അതല്ലെങ്കിൽ 6 മന്ത്സിനുള്ളിൽ ഞാൻ നോട്ടീസ് കൊടുത്തില്ല, സോ ആ കേസിലും എന്താണ്? ഞാൻ പാർട്ട്ണർ ആവും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കേസിൽ മൈനർ പാർട്ട്ണർ ആയാൽ മൈനറുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹി ബിക്കംസ് പേഴ്സണലി ലയബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ ഓൾ ആക്ട്സ് ഓഫ് ദ ഫേം ഡൺ സിൻസ് ഹി വാസ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ലയബിലിറ്റി എല്ലാം തേർഡ് പാർട്ടീസിന് ഉള്ള ആക്ടിവിറ്റീസിലും എല്ലാ ലയബിലിറ്റീസിലും നമ്മളുടെ ഈ മൈനറും ലയബിൾ ആകും. അത് എപ്പോൾ തൊട്ടാണ്? ആ 6 മന്ത്സ് കഴിഞ്ഞ് ഏത് ഡേറ്റ് തൊട്ടാണോ പാർട്ട്ണറായിട്ട് ആകാനായിട്ട് സമ്മതിച്ചത് അപ്പം തൊട്ടുള്ളതല്ല, എന്നാണോ ഇദ്ദേഹം ബെനിഫിഷ്യറി ആയിട്ട് അഡ്മിറ്റ് ആയത് അന്ന് തൊട്ടുള്ളത്. ഇപ്പം 2021 ഇദ്ദേഹം മൈനർ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ പാർട്ട്ണർ ആവാൻ എഗ്രി ചെയ്ത് പാർട്ട്ണർ ആയതെങ്കിലും ഇപ്പോൾ 2015 ഇദ്ദേഹം ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ തൊട്ടാണ്? 2015 തൊട്ടാണ്. 2015 തൊട്ടുള്ള ആക്ടിന് ഇദ്ദേഹം ലയബിൾ ആവുന്നു. ഇനി ഹിസ് ഷെയർ ഇൻ ദ പ്രോപ്പർട്ടി ആൻഡ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം റിമെയിൻസ് ദ സെയിം ടു വിച്ച് ഹി വാസ് എൻറ്റൈറ്റിൽഡ് ആസ് എ മൈനർ. മൈനർ ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ പ്രോഫിറ്റ്സിൻ്റെ എത്ര ഷെയർ ആണോ കിട്ടിയിരുന്നത് ആ ഷെയർ തന്നെ ഇദ്ദേഹത്തിന് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. അൺലെസ് അതർവൈസ് എഗ്രീഡ്. അത് ഞാൻ ഇനിയിപ്പോൾ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ അൺലെസ് അതർവൈസ് എഗ്രീഡ് എന്താണെന്ന്. അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ഇവർ വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്താണോ കിട്ടിക്കൊണ്ടിരുന്നത് അത് തന്നെ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. ഇനി വെൻ ഹി എലക്ട്സ് നോട്ട് ടു ബിക്കം പാർട്ട്ണർ, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് എന്താ? പാർട്ട്ണർ ആവാൻ സമ്മതിക്കുവാണെങ്കിൽ. ഇനി നമ്മളുടെ മൈനർ പാർട്ട്ണർ ആവണ്ട എന്നാണ് സമ്മതിക്കുന്നതെങ്കിൽ, എനിക്ക് താല്പര്യമില്ല, പാർട്ട്ണർ ആവാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നതെങ്കിൽ, ഹിസ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കണ്ടിന്യൂ ടു ബി ദോസ് ഓഫ് എ മൈനർ അപ് ടു ദ ഡേറ്റ് ഓഫ് ഗിവിംഗ് പബ്ലിക് നോട്ടീസ്. പബ്ലിക് നോട്ടീസ് കൊടുക്കുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് വരെ നമ്മളുടെ മൈനർക്ക് ഉണ്ടായിരുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് എന്താണോ അത് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പബ്ലിക് നോട്ടീസ് കൊടുക്കുമ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്? ഞാൻ ഇനി തൊട്ട് പാർട്ട്ണർ അല്ല, എനിക്ക് പാർട്ട്ണർ ആവാൻ താല്പര്യമില്ല. അപ്പോൾ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്ന പീരീഡ് തൊട്ട് ഇദ്ദേഹത്തിന് വേറെ ലയബിലിറ്റി ഇല്ല. അതുവരെ മൈനറുടെ ലയബിലിറ്റി ആൻഡ് റൈറ്റ്സ് എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഹിസ് ഷെയർ ഷാൽ നോട്ട് ബി ലയബിൾ ഫോർ എനി ആക്ട്സ് ഓഫ് ദ ഫേം ഡൺ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ദ നോട്ടീസ്. നോട്ടീസ് കൊടുത്തു കഴിഞ്ഞുള്ള ഡേറ്റിലെ ഫേമിൻ്റെ ആക്ടിവിറ്റീസിനൊന്നും ഈ മൈനറുടെ ഷെയർ ലയബിൾ ആയിരിക്കില്ല. ഹി ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു സ്യൂ ദ പാർട്ട്നേഴ്സ് ഫോർ ഹിസ് ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മന്ത്സിനുള്ളിൽ മൈനർ പോകാൻ തീരുമാനിക്കുന്നു, എന്നിട്ട് പാർട്ട്നേഴ്സ് അഥവാ ഷെയർ കൊടുക്കുന്നില്ല, പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ മൈനർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടോ പ്രോഫിറ്റ് ഷെയറോ എന്തെങ്കിലും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിനെതിരെ കേസ് കൊടുക്കാൻ, പാർട്ട്നേഴ്സിനെ സ്യൂ ചെയ്യിക്കാനായിട്ട് മൈനർക്ക് സാധിക്കും. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് സച്ച് മൈനർ ഷാൽ ഗീവ് നോട്ടീസ് ടു ദ രജിസ്ട്രാർ ദാറ്റ് ഹി ഹാസ് ഓർ ഹാസ് നോട്ട് ബിക്കം എ പാർട്ട്ണർ. നമ്മുടെ മൈനർ എന്ത് ചെയ്യണം? പാർട്ട്ണർ ആവാൻ തീരുമാനിച്ചാലും ആവുന്നില്ല എന്ന് തീരുമാനിച്ചാലും രജിസ്ട്രാർക്ക് നോട്ടീസ് കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലീഗൽ കോൺസിക്വൻസസ് ഓഫ് പാർട്ട്ണർ കമ്മിങ് ഇൻ ആൻഡ് ഗോയിങ് ഔട്ട്. പാർട്ട്ണറുടെ കേസിൽ നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒന്നുകിൽ ഏതെങ്കിലും ഒരു പുതിയ പാർട്ട്ണർ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പോകുന്നു. അത് ചിലപ്പോൾ ഡെത്ത് ആവാം, റിട്ടയർമെൻറ്റ് ആവാം, അല്ലെങ്കിൽ എക്സ്പെൽഷൻ ആവാം. എങ്ങനെയായാലും പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർ വരുന്നു. ഈ 2 കേസാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് എ പാർട്ട്ണർ, അതായത് പുതിയ പാർട്ട്ണർ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വരുന്ന കേസാണെങ്കിൽ സെക്ഷൻ 31 അതിലെങ്ങനെയാണ്? നമ്മൾക്ക് ആരെയും മറ്റു പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയ ആളായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാനും നിങ്ങളും കൂടെ പാർട്ട്ണർഷിപ്പ് ഫേം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ മിസ്റ്റർ എ വന്നിട്ട് ഞാനും പാർട്ട്ണറാണ്, ഞാനും എല്ലാ കാര്യത്തിലും ഇടപെടുന്നു എന്ന് പറഞ്ഞ് ഇടപെടാൻ പറ്റുമോ? ഇല്ല.
മിസ്റ്റർ എ പാർട്ട്ണറായിട്ട് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ രണ്ടുപേരുടെയും കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. ഇനി ന്യൂ പാർട്ട്ണർ ഡസ് നോട്ട് ബിക്കം ലയബിൾ ഫോർ എനി ആക്ട്സ് ഓഫ് ദ ഫേം ഡൺ ബിഫോർ ഹി ബിക്കെയിം പാർട്ട്ണർ. നമ്മളുടെ പുതിയ പാർട്ട്ണർ ആവുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആക്ടിവിറ്റീസിനൊന്നും അദ്ദേഹം ലയബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ജനുവരി 1-ാം തീയതിയാണ് പുതിയ ആൾ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്ന ഒരു ട്രാൻസാക്ഷന് ഈ പാർട്ട്ണർ ലയബിൾ ആവണമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. കാരണം ഇദ്ദേഹം വരുന്നതിനൊക്കെ മുമ്പുള്ള ആക്ടിവിറ്റിയാണത്. അപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള ആക്ടിവിറ്റീസിന് ആ പാർട്ട്ണർ ലയബിൾ ആയിരിക്കില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, സെക്ഷൻ 32. റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ്? എല്ലാ പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റോട് കൂടി ഇൻ അക്കോർഡൻസ് വിത്ത് ദ എഗ്രിമെൻറ്റ് പാർട്ട്ണർക്ക് റിട്ടയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റ് പാർട്ട്നേഴ്സിൻ്റെയൊക്കെ കൺസെൻറ്റ് വേണമെന്നേ ഉള്ളൂ. ഇനി പാർട്ട്ണർഷിപ്പായിട്ട് ബില്ലാണെങ്കിൽ എങ്ങനെയാണ്? എല്ലാ പാർട്ട്നേഴ്സിനും നോട്ടീസ് കൊടുത്തുകൊണ്ട് റിട്ടയർ ചെയ്യാം. കാരണം പാർട്ട്ണർഷിപ്പായിട്ട് ബില്ല് എന്താണ്? നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ തോന്നി, നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങി. നമുക്കിപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം വേണ്ടാന്ന് തോന്നുന്നു, അപ്പോൾ എനിക്കതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു, മറ്റ് പാർട്ട്നേഴ്സിനൊക്കെ ഞാൻ നോട്ടീസ് സെർവ് ചെയ്യുന്നു, പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഞാൻ പോകുന്നു. ഓക്കെ. ഇനി സെക്കൻഡ് കേസ്, റിട്ടയറിംഗ് പാർട്ട്ണർ മേ ബി ഡിസ്ചാർജ്ഡ് ഫ്രം എനി ലയബിലിറ്റി ടു എനി തേർഡ് പാർട്ടി for acts of the firm done before his retirement by an agreement made by him with such third party and the partners of the reconstituted firm. നമ്മൾ റിട്ടയറിംഗ് പാർട്ട്ണർ ശരിക്കും റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള ആക്ടിവിറ്റീസിന് അദ്ദേഹം ലയബിൾ അല്ലേ? അപ്പോൾ തേർഡ് പാർട്ടി അതായത് ഏതെങ്കിലും തേർഡ് പാർട്ടിക്ക് ലയബിൾ ആണെങ്കിൽ ആ തേർഡ് പാർട്ടി എടുത്തുള്ള എഗ്രിമെൻറ്റും നമ്മളുടെ മറ്റ് പാർട്ട്നേഴ്സും എഗ്രി ചെയ്യുവാണെങ്കിൽ, പുതിയ പാർട്ട്നേഴ്സും എഗ്രി ചെയ്യുവാണ്, ആ എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ വേണമെങ്കിൽ പഴയ ലയബിലിറ്റിയിൽ നിന്ന് നമ്മളുടെ റിട്ടയറിംഗ് പാർട്ട്ണറെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കണ്ടിന്യൂ ടു ബി ലയബിൾ ആസ് പാർട്ട്നേഴ്സ് ടു തേർഡ് പാർട്ടീസ് അണ്ടിൽ പബ്ലിക് നോട്ടീസ് ഈസ് ഗീവൺ ഓഫ് ദ റിട്ടയർമെൻറ്റ്. റിട്ടയർ ചെയ്യുന്ന കേസിൽ നമ്മളുടെ പാർട്ട്ണർ എന്ത് ചെയ്യണം? പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. പബ്ലിക് നോട്ടീസ് കൊടുത്താലല്ലേ പുറത്തുള്ളവർക്ക് തേർഡ് പാർട്ടീസിന് അറിയാൻ പറ്റുള്ളൂ ഈ പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോവുകയാണെന്ന്. കറക്റ്റായിട്ട് പബ്ലിക് നോട്ടീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? തേർഡ് പാർട്ടീസിന് പിന്നെയും ലയബിൾ ആയിരിക്കും ആ പാർട്ട്ണർ. ഒന്നുകിൽ ആ പാർട്ട്ണർ കൊടുക്കണം, അല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഫേമോ മറ്റ് പാർട്ട്നേഴ്സോ കൊടുക്കണം. എന്തായാലും പബ്ലിക് നോട്ടീസ് വഴിയല്ലേ ഔട്ട്സൈഡേഴ്സിന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഔട്ട്സൈഡേഴ്സിനെ ഇൻഫോം ചെയ്യുന്നിടത്തോളം ഇദ്ദേഹം ആ പാർട്ട്ണർഷിപ്പിൻ്റെ ലയബിലിറ്റീസിന് ലയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡെറ്റ്സിന് ലയബിൾ ആയിരിക്കും. പിന്നെ പാർട്ട്ണർഷിപ്പായിട്ട് ബില്ലാണെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിനും നോട്ടീസ് കൊടുത്തുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ആ കേസിൽ സെപ്പറേറ്റ് പബ്ലിക് നോട്ടീസിൻ്റെ ആവശ്യമില്ല. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന നോട്ടീസ് പബ്ലിക് നോട്ടീസായിട്ട് തന്നെ നമ്മൾ ഡീം ചെയ്യുന്നു. സെപ്പറേറ്റ് ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഏത് കേസിലാണ്? പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലാണെങ്കിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് പല പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. എക്സ്പെൽഷൻ ഓഫ് എ പാർട്ട്ണർ, സെക്ഷൻ 33. നമ്മൾക്ക് ഒരു പാർട്ട്ണറെ എക്സ്പെൽ ചെയ്യണമെങ്കിൽ, അതായത് ഒരു പാർട്ട്ണറെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ചുമ്മാ വെറുതെ ഒരു രസത്തിന് തോന്നുമ്പോൾ ഒരാളെ പുറത്താക്കാൻ പറ്റില്ല. അല്ലാതെ എന്തെങ്കിലും പേഴ്സണൽ ദേഷ്യം തോന്നുവാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിസ്സാര കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് പുറത്താക്കാൻ പറ്റില്ല. ഒരു പാർട്ട്ണറെ നമ്മൾക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് എക്സ്പെൽ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വേണം. എന്ത് വേണം? ഫസ്റ്റ്, ദ പവർ ഓഫ് എക്സ്പെൽഷൻ മസ്റ്റ് ഹാവ് എക്സിസ്റ്റഡ് ഇൻ എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ആ പാർട്ട്നേഴ്സ് തമ്മിലുള്ള കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവണം. ആ എക്സ്പെൽഷൻ്റെ പവർ മറ്റ് പാർട്ട്നേഴ്സിന് കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിനും ആ എക്സ്പെൽഷൻ്റെ പവർ ഉണ്ടായിരിക്കണം. അതിനെപ്പറ്റി നമ്മൾ കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഇനി ദ പവർ ഹാസ് ബീൻ എക്സസൈസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. മെജോറിറ്റി പാർട്ട്നേഴ്സും ആ പവർ എക്സസൈസ് ചെയ്യണം. അതായത് 10 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 6 പാർട്ട്നേഴ്സെങ്കിലും എക്സ്പെൽ ചെയ്യാനായിട്ട് എഗ്രി ചെയ്യണം. ഇറ്റ് ഹാസ് ബീൻ എക്സസൈസ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അത് ഗുഡ് ഫെയ്ത്തിലായിരിക്കണം അത് എക്സസൈസ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്യിപ്പിച്ചപ്പോൾ, അതായത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചപ്പോൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. എയും ബിയും സിയും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം നടത്തുന്നു. ഇവർ വർഷങ്ങളായിട്ട് പാർട്ട്ണർഷിപ്പ് ഫേം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ബിയുടെയും സിയുടെയും വൈഫ് അവരൊരു ക്ലബ്ബിൽ വെച്ച് വഴക്കുണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ ആയി, ചെരുപ്പക്കൂരി അടിച്ചു, ഒരാൾക്ക് ഇഞ്ചുറി ആയി എന്നൊക്കെ വിചാരിക്കുക. ബിയുടെയും സിയുടെയും വൈഫ് തമ്മിലാണ് വഴക്കുണ്ടാക്കിയത്. അപ്പോൾ സിയുടെ വൈഫ് ബിയുടെ വൈഫിനെ അടിച്ചു. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായി. അങ്ങനെ പ്രശ്നം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ബിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം സിയുടെ വൈഫ് ബിയുടെ വൈഫിനെ അടിച്ചതല്ലേ.
അപ്പോൾ ബി ചെന്ന് എയുടെ അടുത്ത് പറയുന്നു നമുക്ക് രണ്ടുപേരും കൂടെ സി എ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പുറത്താക്കാം. അപ്പോൾ അതിന് നമുക്ക് രണ്ടുപേരും കൂടെ സി എ എക്സ്പെൽ ചെയ്തേക്കാം എന്നിവർ ഡിസൈഡ് ചെയ്യുന്നു. പക്ഷേ ശരിക്കും ഈ ഇഷ്യൂവിന് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടോ അതിൻ്റെ ബിസിനസ്സായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പേഴ്സണലി അവർ ക്ലബ്ബിൽ വെച്ച് അവരുടെ രണ്ടുപേരുടെയും ഭാര്യമാർ തമ്മിൽ വഴക്കുണ്ടാക്കിയതാണ്. അല്ലാതെ ഇവർ പാർട്ട്നേഴ്സ് തമ്മിൽ ഇതിൽ ഒരു ഇഷ്യൂവും വന്നിട്ടില്ല, ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ എയും ബിയും കൂടെ അത് കഴിഞ്ഞ് ഒത്തു കളിച്ചിട്ട് ഇവർ സി എ എക്സ്പെൽ ചെയ്യുന്നു. അങ്ങനെ എക്സ്പെൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആ എക്സ്പെൽഷൻ വാലിഡ് അല്ല. കാരണം എന്താണ്? അത് ഗുഡ് ഫെയ്ത്തിൽ എക്സസൈസ് ചെയ്തതല്ല, നമ്മളുടെ ഫേമിൻ്റെ ആക്ടിവിറ്റീസായിട്ട് അതിന് ബന്ധമൊന്നും വരുന്നില്ല. ഇപ്പോൾ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഗുഡ് ഫെയ്ത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് 3 കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ദ എക്സ്പെൽഷൻ മസ്റ്റ് ബി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻട്രസ്റ്റിലായിരിക്കണം. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്തെങ്കിലും ബെനിഫിറ്റിനോ അങ്ങനെയൊക്കെ വേണ്ടിയായിരിക്കണം ആ എക്സ്പെൽഷൻ നടത്തേണ്ടത്. പിന്നെ ദ പാർട്ട്ണർ ടു ബി എക്സ്പെൽഡ് ഈ സെർവ്ഡ് വിത്ത് എ നോട്ടീസ്. നമ്മൾ പാർട്ട്ണർക്ക് നോട്ടീസ് കൊടുക്കണം, ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ നോട്ടീസ് കൊടുക്കണം, റീസൺസ് കാണിച്ചുകൊണ്ട്. പിന്നെ ഹീസ് ഗീവൺ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, നിങ്ങളെ പുറത്താക്കാതിരിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് കാരണം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ പറയാനുള്ള ഒരു ചാൻസ് അദ്ദേഹത്തിന് കൊടുക്കണം. അങ്ങനെ ഒന്നും ചെയ്യാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിലൊരു തോന്നി എക്സ്പെൽ ചെയ്യുവാണെങ്കിൽ ആ എക്സ്പെൽഷൻ നൾ ആൻഡ് വോയിഡ് ആയിരിക്കും. ആ എക്സ്പെൽഷൻ വാലിഡ് ആയിരിക്കില്ല. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, അവരുടെ വൈഫ് വഴക്കുണ്ടാക്കി, ആ കേസിൽ അടിപിടി ഉണ്ടാക്കി, അത് വാലിഡ് അല്ല. കാരണം അത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ്സായിട്ട് ഒരു ബന്ധവും വരുന്നില്ല. വേറൊരു എക്സാമ്പിൾ പറയാം. എയും ബിയും സിയും കൂടെ പാർട്ട്ണർഷിപ്പ് റൺ ചെയ്യുന്നു. അതിൽ സി എപ്പോഴും ഭയങ്കര വെള്ളമടിയൊക്കെയാണ്, അല്ലെങ്കിൽ ലിക്കർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യും. അങ്ങനെ ഒരു നല്ല ക്യാരക്ടർ അല്ല എന്ന് വിചാരിക്കുക. അതെല്ലാ ദിവസവും വൈകിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പകൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വൈകിട്ട് ഇങ്ങനെ വെള്ളം അടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് സി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കസ്റ്റമേഴ്സിനെ ചീത്ത പറയും. അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്ത, ഇപ്പോൾ നമ്മൾ കാറ് സെല്ലിംഗ് ആണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്ത കാറ് മേടിച്ച കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയി വെള്ളം അടിച്ചിട്ട് ചീത്ത പറയും, അവരെ ബഹളം വയ്ക്കും, അല്ലെങ്കിൽ ആ കാറ് എന്തെങ്കിലും നശിപ്പിക്കുകയോ കാറ് വടിയെടുത്ത് അടിക്കുകയോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ആ സമയത്ത് ചെയ്യും. ആ കേസിൽ നമുക്ക് സി എ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. സി എ നമ്മൾ പുറത്താക്കേണ്ടത് നമ്മളുടെ ബിസിനസ് ഫേമിൻ്റെ ആവശ്യമാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾക്കൊരു പാർട്ട്ണറെ എക്സ്പെൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അല്ലാതെ വെറുതെ ഒരു രസത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു പാർട്ട്ണറെ എക്സ്പെൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആ പോയിന്റ് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. 2 പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 3 പാർട്ട്നേഴ്സിൽ എ ബി സി. എ പാർട്ട്ണറും ബിയുടെ വൈഫുമായിട്ട് ഇല്ലീഗൽ റിലേഷൻ ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾക്ക് ആ പാർട്ട്ണറെ പുറത്താക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യനാണ്. പുറത്താക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു കോൺഫിഡൻസിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുറത്താണ് പാർട്ട്ണർഷിപ്പ് പോകുന്നത്. അപ്പോൾ അതിൽ ഒരാൾക്ക് മറ്റൊരാളുടെ വൈഫുമായിട്ട് ഇല്ലീഗൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്ക് ബിയുടെ വൈഫുമായിട്ടാണ് ഇല്ലീഗൽ റിലേഷൻ എങ്കിൽ പിന്നെ എയും ബിയും തമ്മിൽ നല്ല ടേംസിൽ പോവുമോ? അവരുടെ ട്രസ്റ്റ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഒരേപോലെ പോവുമോ? ഇങ്ങനെ സ്വന്തം വൈഫായിട്ട് ഇല്ലീഗൽ റിലേഷൻ വയ്ക്കുന്ന ഒരാളുടെ അടുത്ത് മറ്റേ ആൾക്ക് നല്ല കോൺഫിഡൻസും നല്ല സ്നേഹവും നല്ല ഒത്തൊരുമയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ അത് പാർട്ട്ണർഷിപ്പിൻ്റെ ബിസിനസ്സിനെ ബാധിക്കും. സോ അങ്ങനെയുള്ള കേസിലോ അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർഷിപ്പിന് ഫേമിന് തന്നെ എന്തെങ്കിലും മോശമായ ആക്ടിവിറ്റീസ് ചെയ്യുന്ന, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ പോലെ അങ്ങനെ ചെയ്യുന്ന പാർട്ട്ണറെയൊക്കെ നമുക്ക് എക്സ്പെൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ കണ്ടീഷൻസ് എല്ലാം ഇല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെൽഷൻ എന്താണ്? നൾ ആൻഡ് വോയിഡ് ആയിരിക്കും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രം നമ്മളുടെ എക്സ്പെൽഷൻ വാലിഡ് ആവുള്ളൂ. ഇനി നമ്മളുടെ എക്സ്പെൽഷൻ വോയിഡ് ആയാൽ എന്ത് പറ്റും? നമ്മളൊരു പാർട്ട്ണറെ എക്സ്പെൽ ചെയ്തു, പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പർ നോട്ടീസ് ഒന്നും കൊടുക്കാതെയാണ് എക്സ്പെൽ ചെയ്തത്. നാളെ തൊട്ട് വരണ്ടാന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിട്ടു, ഷെയർ കൊടുത്തില്ല, നോട്ടീസ് കൊടുത്തില്ല, നമ്മുടെ കോൺട്രാക്റ്റിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ അതിനുള്ള റൈറ്റ് ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഹി കണ്ടിന്യൂസ് ടു ബി എ പാർട്ട്ണറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഹി ക്യാൻ ക്ലെയിം റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? അത് നമ്മൾ എക്സ്പെൽ ചെയ്തത് വോയിഡ് ആയിപ്പോയി. ദെൻ സ്യൂ ഫോർ റീഫണ്ട് ഓഫ് ഹിസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ഇൻ ദ ഫേം. നിങ്ങൾ
എൻ്റെ അടുത്ത് മോശമായി പെരുമാറിയില്ലേ, സോ അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല, എനിക്കിനി നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഷെയറും എൻ്റെ പ്രോപ്പർട്ടിയിലെ ഷെയറോ അല്ലെങ്കിൽ എൻ്റെ എമൗണ്ട് എൻ്റെ പ്രോഫിറ്റ് ഷെയർ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാപിറ്റലിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നേക്ക്, എനിക്കിനി നിങ്ങളുടെ കൂടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ പറയാനായിട്ട് ആ പാർട്ട്ണർക്ക് സാധിക്കും, എക്സ്പെൽ ചെയ്ത ആ പാർട്ട്ണർക്ക് സാധിക്കും. പൊസിഷൻ ഓഫ് ആൻ എക്സ്പെൽഡ് പാർട്ട്ണർ എങ്ങനെയാണ്? സെയിം ആസ് റിട്ടയറിംഗ് പാർട്ട്ണർ. നമ്മൾ റിട്ടയറിംഗ് പാർട്ട്ണറുടെ കാര്യം നേരത്തെ പഠിച്ചു, അതുപോലെ തന്നെയാണ് എക്സ്പെൽ ചെയ്ത പാർട്ട്ണറുടെ കാര്യവും വരുന്നത്. അദ്ദേഹം പബ്ലിക് നോട്ടീസ് കൊടുക്കണം, ഒന്നുകിൽ ആ പാർട്ട്ണർ സ്വന്തമേ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റ് പാർട്ട്നേഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഫേം. എന്തായാലും പബ്ലിക് നോട്ടീസ് മസ്റ്റാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസോൾവൻസി ആണ്. ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, സെക്ഷൻ 34. When a partner in a firm is adjudicated as an insolvent, he ceases to be a partner on the date of the order of adjudication, whether or not the firm is thereby dissolved. അതായത് ഫേം ഡിസോൾവ് ചെയ്താലും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ട്ണറെ നമ്മൾ ഇൻസോൾവൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തു പറ്റും? ആ പാർട്ട്ണർ അന്ന് തൊട്ട്, ആ ഓർഡർ വന്ന ഡേറ്റ് എന്നാണോ അന്ന് തൊട്ട് അവർ ആ പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർ അല്ലാതെ ആവുകയാണ്. അതിന് പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്താലും ഡിസോൾവ് ചെയ്തില്ലെങ്കിലും, അതായത് ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് മാത്രമുള്ളതാണെങ്കിൽ ഒരാൾ പാർട്ട്ണർ അല്ലാതെ ആയാലും എന്ത് പറ്റും? ആ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യപ്പെടും. ഇനി അങ്ങനെയില്ല, ഒരു 5 പാർട്ട്നേഴ്സ് ഉള്ള ഫേമാണ്, അതിൽ ഒരാൾ പാർട്ട്ണർഷിപ്പിൽ ഒരാൾ ഇൻസോൾവൻ്റ് ആയാലും ബാക്കി 4 പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന ദിവസം തൊട്ട് നിങ്ങൾ ഇൻസോൾവൻ്റ് ആണ്, ഇപ്പോൾ ഇന്ന് നോട്ടീസ് വന്നു എന്ന് വിചാരിക്കുക, ജനുവരി 1-ാം തീയതി നോട്ടീസ് വന്നു, ഇൻസോൾവൻ്റ് ആണെന്നുള്ള ഓർഡർ വന്നെങ്കിൽ അന്ന് തൊട്ട് അദ്ദേഹം പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർ അല്ല. ദ എസ്റ്റേറ്റ് ഓഫ് ദ പാർട്ട്ണർ സോ അഡ്ജുഡിക്കേറ്റഡ് ഈസ് നോട്ട് ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദ ഫേം. ആ ഓർഡർ വന്നു കഴിഞ്ഞിട്ട് വരുന്ന ലയബിലിറ്റീസിനൊന്നും ഈ ഇൻസോൾവൻ്റ് ആയ പാർട്ട്ണറുടെ അസറ്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷെയർ ലയബിൾ ആയിരിക്കില്ല. ഫേമും ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിന്, ആ ഓർഡർ വന്ന ഡേറ്റ് തൊട്ടുള്ള ആക്ടിവിറ്റീസിന്, ഇദ്ദേഹം ഇൻസോൾവൻ്റ് ആയ ഡേറ്റ് എന്നാണോ ആ ഇൻസോൾവൻ്റ് ആയ ഡേറ്റ് തൊട്ടുള്ള ആക്ടിവിറ്റീസിന് ഫേമും ലയബിൾ ആയിരിക്കില്ല. ഫേമിൻ്റെ ആക്ടിവിറ്റീസിന് ഇൻസോൾവൻ്റ് ആയ ആളും ലയബിൾ അല്ല, അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിന് ഫേമും ലയബിൾ അല്ല. എന്ന് തൊട്ടാണ്? ഇൻസോൾവൻ്റ് ആണെന്നുള്ള ഓർഡർ വന്നത് തൊട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലയബിലിറ്റി ഓഫ് എസ്റ്റേറ്റ് ഓഫ് എ ഡിസീസ്ഡ് പാർട്ട്ണർ. നമ്മുടെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ അസറ്റ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ, അതിൻ്റെ ലയബിലിറ്റി എങ്ങനെയാണ്, ആ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്ഷൻ 35. നോർമലി ഒരു പാർട്ട്ണർ ഡിസീസ്ഡ് പാർട്ട്ണറാകും, അതായത് ഒരു പാർട്ട്ണർ മരിച്ചുപോയി, ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉള്ളൊരു ഫേമാണ്, ഒരു പാർട്ട്ണർ മരിച്ചുപോയി, എന്ത് പറ്റും? നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആകും. അപ്പോൾ നോർമൽ കേസിൽ, ഇങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആവുകയാണ്. പക്ഷേ പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചു പോയാലും ബാക്കിയുള്ളവർ ചേർന്ന് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം, പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്നില്ല. അല്ലാതെ കണ്ടിന്യൂ ചെയ്യാമെന്ന് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കേസാണെങ്കിൽ ദ ഫേം ഈസ് നോട്ട് ഡിസോൾവ് ബൈ ദ ഡെത്ത് ഓഫ് ദ പാർട്ട്ണർ. പാർട്ട്ണറുടെ ഡെത്ത് കൊണ്ട് ഫേം ഡിസോൾവ് ആകുന്നില്ല, കാരണം അവരത് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചു എന്ന് വിചാരിച്ച് ഫേം സ്റ്റോപ്പ് ചെയ്യേണ്ട, കണ്ടിന്യൂ ചെയ്യാമെന്ന്. അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ്? The estate of the deceased partner is not liable for any act of the firm done after his death. ആ ഡെത്ത് കഴിഞ്ഞ് വരുന്ന ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാകുന്ന ലയബിലിറ്റിക്ക് ഈ ഡിസീസ്ഡ് പാർട്ട്ണറോ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സോ ലയബിൾ ആയിരിക്കില്ല. അതിന് മുമ്പ് വരെയുള്ള ലയബിലിറ്റീസിന് അല്ലെങ്കിൽ ഡെറ്റ്സിന് ഇദ്ദേഹം ലയബിൾ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ജനുവരി 1-ാം തീയതി നമ്മൾ കുറച്ച് ഗുഡ്സ് ബൾക്കായിട്ട് ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഗുഡ്സ് നമ്മളുടെ അടുത്ത് ജനുവരി 10-ാം തീയതിയാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വേണ്ടിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനും നിങ്ങളും മിസ്റ്റർ എയും പാർട്ട്നേഴ്സാണ്. ഒരു 50 lakhs ഗുഡ്സാണെന്ന് വിചാരിക്കുക. 50 lakhs ഗുഡ്സ് ജനുവരി 1-ാം തീയതി ഓർഡർ ചെയ്തു. ജനുവരി 10-ാം തീയതിയാണ് ഗുഡ്സിൻ്റെ ഡെലിവറി പറഞ്ഞിട്ടുള്ളത്. ജനുവരി 2-ാം തീയതി മിസ്റ്റർ എ മരിച്ചു പോകുന്നു. അങ്ങനെയുള്ള കേസിൽ ഗുഡ്സ് 10-ാം തീയതി വരുമ്പോൾ ആ ലയബിലിറ്റി വരുന്നതിന് മുമ്പല്ലേ മിസ്റ്റർ എ മരിച്ചു പോയത്. സോ ആ വരുന്ന 50 lakhs നമ്മൾ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് മിസ്റ്റർ എ ലയബിൾ ആയിരിക്കില്ല. നേരെ മറിച്ച് 10th ഗുഡ്സ് വന്നു, ആ 50 lakhs ഗുഡ്സ് വന്നു, 12th ആയപ്പോൾ മിസ്റ്റർ എ മരിച്ചുപോയി. അങ്ങനെയുള്ള കേസിൽ എന്താണ്? 12th വരെ മിസ്റ്റർ എ പാർട്ട്ണറായിട്ട് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ തന്നെ ഉണ്ടായിരുന്നു. 10th ആ ഗുഡ്സ് ഡെലിവറി വന്നത്. അപ്പോൾ ഇദ്ദേഹം മരിച്ചു പോകുന്നതിന് മുമ്പ് വന്ന ലയബിലിറ്റിയാണ്, അതിന് മിസ്റ്റർ എ ലയബിൾ ആയിരിക്കും. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ് വരുന്ന ലയബിലിറ്റിക്ക്
അദ്ദേഹം ആ പാർട്ട്ണർ ലയബിൾ ആയിരിക്കില്ല. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ വന്ന ലയബിലിറ്റി അല്ലല്ലോ അത്, അദ്ദേഹം മരിച്ചതിന് ശേഷം വന്നതല്ലേ. അതിൻ്റെ കേസിൽ നമ്മുടെ ഡിസീസ്ഡ് പാർട്ട്ണറുടെ കേസിൽ പ്രത്യേകിച്ച് പബ്ലിക് നോട്ടീസിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് അല്ലാതെ തന്നെ ആ പാർട്ട്ണർ അതിൽ നിന്ന് ബിസിനസ് ഫേമിൽ നിന്ന് സെപ്പറേറ്റ് ആവുകയാണ്. അല്ലാതെ പബ്ലിക് നോട്ടീസ് കൊടുത്താലേ ലയബിലിറ്റിയിൽ നിന്ന് മാറുള്ളൂ, അതുവരെ ലയബിലിറ്റി ഉണ്ട്, അങ്ങനെ ഇല്ല. അതിന് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ കേസാണ് വാല്യൂ ഓഫ് ദ ഗുഡ്സ് പർച്ചേസ്ഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. അങ്ങനെയുള്ള കേസിൽ അദ്ദേഹത്തിന് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനോട് നമ്മൾക്ക് പോയിട്ട് ആ ഗുഡ്സിൻ്റെ വാല്യൂ തരാനായിട്ട് ഔട്ട്സൈഡേഴ്സിന് പറയാൻ സാധിക്കില്ല. കാരണം ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ആ ഗുഡ്സിൻ്റെ ഡെലിവറി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലയബിലിറ്റി വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ടു ക്യാരി ഓൺ കോമ്പീറ്റിംഗ് ബിസിനസ്. സെക്ഷൻ 36. നമ്മളുടെ ഔട്ട് ഗോയിങ് പാർട്ട്ണർക്ക് കോമ്പീറ്റിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേം ചെയ്യുന്ന സെയിം ആക്ടിവിറ്റി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനെ കോമ്പീറ്റ് ചെയ്യുന്ന ബിസിനസ് നമ്മളുടെ പാർട്ട്ണർക്ക് ചെയ്യാൻ പറ്റില്ല, അതിലെ പാർട്ട്നേഴ്സിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മറ്റൊരു ബിസിനസ്സും ചെയ്യാൻ പാടില്ല എന്നാണ് കോൺട്രാക്റ്റിൽ ഇവർ വെച്ചിരിക്കുന്നതെങ്കിൽ വേറൊരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും കോൺട്രാക്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിനെ കോമ്പീറ്റ് ചെയ്യുന്ന ബിസിനസ്സൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ആ സെയിം ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുന്ന ബിസിനസ് അത് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ നോർമൽ കേസിലാണെങ്കിൽ ഒരാൾ പാർട്ട്ണർഷിപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അയാൾക്ക് കോമ്പീറ്റിംഗ് ബിസിനസ് ചെയ്യാം. കാരണം എന്താ, അയാളിപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്ണറല്ല, ഒരു സാധാരണ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോമ്പീറ്റിംഗ് ബിസിനസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ കോമ്പീറ്റിംഗ് ബിസിനസ് ചെയ്യുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ഹി മേ നോട്ട് യൂസ് ദ ഫേംസ് നെയിം. ഫേമിൻ്റെ നെയിം യൂസ് ചെയ്യാൻ പാടില്ല ആ ബിസിനസ്സിൽ. പിന്നെ ഫേമിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയി ബിസിനസ് ചെയ്യാൻ പാടില്ല. ഇദ്ദേഹം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്ണർ ആയിരുന്ന സമയത്ത് കുറേ കസ്റ്റമേഴ്സിനെ പരിചയം ഉണ്ടാവുമല്ലോ, അവരെ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു പാർട്ട്ണറാണ് ഞാൻ എന്നുള്ള രീതിയിൽ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഹോട്ടൽ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഹോട്ടൽ ബിസിനസ്സിൽ നിന്ന് മിസ്റ്റർ എ പുറത്ത് പോയി. മിസ്റ്റർ എക്ക് നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും അറിയാം. അപ്പോൾ മിസ്റ്റർ എ നാളെ തൊട്ട് നമ്മളുടെ ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഹോട്ടൽ തുറന്നാലോ, നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും വിളിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കില്ലേ? സോ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇനി എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. നമ്മൾ മിസ്റ്റർ എ നമ്മളുടെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ മിസ്റ്റർ എയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നിങ്ങൾ കോമ്പീറ്റിംഗ് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഒരു 6 മന്ത്സിലേക്ക് ഞങ്ങളുടെ ഈ ബിസിനസ് ഫേമിൻ്റെ, അതായത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പാടില്ല. ടൗണിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷേ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾ ഇത്ര മാസത്തേക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ പറയുന്നത് അതൊരു വാല്യുബിൾ ആണ്, അല്ലെങ്കിൽ ഒരു ജെന്യുവിൻ റീസൺ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, അത് വാലിഡ് ആണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ്. മേ മേക്ക് ആൻ എഗ്രിമെൻറ്റ് വിത്ത് ഹിസ് പാർട്ട്നേഴ്സ് ദാറ്റ് ഓൺ സീസിങ് ടു ബി എ പാർട്ട്ണർ വിൽ നോട്ട് ക്യാരി ഓൺ എനി ബിസിനസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഫേം. നമ്മളുടെ ഫേം ക്യാരി ഔട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, നമ്മളുടെ ഫേം എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യുന്നത് ആ സെയിം ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പാടില്ല. നമ്മളുടെ റിട്ടയർ ചെയ്ത പാർട്ട്ണർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പുറത്തുപോയ പാർട്ട്ണർ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഡ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ് ഓർ വിത്തിൻ സ്പെസിഫൈഡ് ലോക്കൽ ലിമിറ്റ്സ്, ഇത്ര സമയത്തേക്ക്, അതിപ്പോൾ 6 months ആണ് നമ്മൾ പറയുന്നതെങ്കിൽ 6 monthsലേക്ക് നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് നമ്മൾ ഫേം ചെയ്യുന്ന ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരു വാലിഡ് ആണ്. സച്ച് എഗ്രിമെൻറ്റ് ഷാൽ ബി വാലിഡ് ഇഫ് ദ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ആർ റീസണബിൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ജെന്യുവിൻ റീസൺസ് അല്ലേ. നമ്മളിവിടെ ഹോട്ടൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളിതിൻ്റെ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ, ഇപ്പോൾ 20 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾ വേറെ ബിസിനസ് ചെയ്യാൻ പാടില്ല, ഈ സെയിം ബിസിനസ് ചെയ്യാൻ പാടില്ല. വേണമെങ്കിൽ നിങ്ങൾ ടൗണിൽ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തോളൂ, ഇതിൻ്റെ ചുറ്റളവിൽ ചെയ്യാൻ പാടില്ല. അതൊരു ജെന്യുവിൻ ആണ്, കാരണം നമ്മൾ ഇമ്പോസ് ചെയ്ത റെസ്ട്രിക്ഷൻ റീസണബിൾ ആണ്. ഇനി വരുന്നത് റൈറ്റ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഇൻ സർട്ടൻ കേസസ് ടു ഷെയർ സബ്സിക്വൻറ്റ് പ്രോഫിറ്റ്. നമ്മുടെ ഔട്ട് ഗോയിങ് പാർട്ട്ണർ ചില കേസസിൽ പ്രോഫിറ്റ് ഷെയർ എലിജിബിൾ ആണ്. അത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ, എയും ബിയും സിയും കൂടെ ഒരു ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്നു പാർട്ട്ണർഷിപ്പിൽ. അതിൽ സി റിട്ടയർ ആയി, സി ബിസിനസ് ഫേമിൽ നിന്ന് പുറത്തു പോയി. അപ്പോൾ സി പോകുന്ന സമയത്ത് ഫൈനൽ സെറ്റിൽമെൻറ്റ് നടന്നിട്ടില്ല, സിയുടെ ഷെയറോ അതിൻ്റെ പ്രോഫിറ്റ് ഷെയറോ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ട്രാൻസ്പോർട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എയും ബിയും സിയും കൂടെ പൈസ ഇട്ടിട്ടാണ് 4-5 ലോറികളൊക്കെ വാങ്ങിച്ചത്. അത് വെച്ചിട്ടാണ് ഇവർ
ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്, ഇവർ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ സിയുടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് നടത്താത്തിടത്തോളം കാലം ആ പൈസ വെച്ച് ചെയ്യുന്ന ബിസിനസ്സിന് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിന് സി എലിജിബിൾ ആണ്. കാരണം എന്താണ്, അവിടെ ഓടിക്കുന്ന വണ്ടികളുടെ എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് സിയും കൂടി ഇൻക്ലൂഡഡ് അല്ലേ. സി പോയപ്പോൾ ഫൈനൽ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിന് സി എലിജിബിൾ ആണ്. അതാണ് നമ്മൾ ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺലെസ് അതർവൈസ് എഗ്രീഡ്. എന്താ അൺലെസ് അതർവൈസ് എഗ്രീഡ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സി പോകാൻ നേരത്തെ സി പറയുന്നു, എൻ്റെ പ്രോഫിറ്റ് ഷെയർ ഇവിടെ ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ ഇത്ര, അല്ലെങ്കിൽ ഞാൻ ഇട്ട എമൗണ്ട് പ്രോഫിറ്റ് ഷെയർ എല്ലാം കൂടെ അതിൻ്റെ വാല്യൂ ടോട്ടൽ ഇത്ര. ഇപ്പോൾ ഞാൻ ഇട്ട് 10 lakhs rupees ആണ്. അപ്പോൾ 10 lakhs rupees എനിക്ക് പേ ചെയ്തേക്ക്, ഞാൻ പോകുന്നു. അപ്പോൾ 10 lakhs rupees ഇവർ പേ ചെയ്തു. ഫൈനൽ സെറ്റിൽമെൻറ്റ് നടത്തി എല്ലാം നോക്കി സെറ്റിൽ ചെയ്തില്ലെങ്കിലും സി എനിക്ക് ഇത്ര വാല്യൂ തന്നേക്കെന്ന് പറയുന്നു, ആ വാല്യൂ കൊടുക്കുന്നു, ക്യാഷ് കൊടുത്തു, സി പോയി. ആ കേസസിൽ പ്രോഫിറ്റിന് എലിജിബിൾ ആയിരിക്കില്ല. അതാണ് അൺലെസ് അതർവൈസ് എഗ്രീഡ്. അങ്ങനെയല്ലാതെ നോർമൽ കേസിൽ വിത്തൗട്ട് ഫൈനൽ സെറ്റിൽമെൻറ്റ് നടത്താതെ, ഫൈനൽ സെറ്റിൽമെൻറ്റ് ഇല്ലാതെയാണ് സി ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പോകുന്നതെങ്കിൽ അവരിപ്പോഴും ബിസിനസ് ചെയ്യുന്നത് സിയുടെ ഫണ്ടും കൂടെ യൂസ് ചെയ്ത് വാങ്ങിച്ച വെഹിക്കിൾസ് യൂസ് ചെയ്തല്ലേ അവർ ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ ആ പാർട്ട്ണർ പ്രോഫിറ്റിൻ്റെ ഷെയറിന് എലിജിബിൾ ആണ്. എപ്പോൾ തൊട്ടാണോ അദ്ദേഹം റിട്ടയർ ആയത് ആ സമയത്ത് തൊട്ട്, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പുറത്തു പോയത് ആ സമയം തൊട്ടുള്ള പ്രോഫിറ്റിന് അദ്ദേഹം എലിജിബിൾ ആണ്. ഇനി ഡിസീസ്ഡ് പാർട്ട്ണറുടെ കേസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആ പ്രോഫിറ്റ് ഷെയറിന് എലിജിബിൾ ആണ്. അപ്പോൾ ഔട്ട് ഗോയിങ് പാർട്ട്ണറോ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സോ ഒന്നുകിൽ പ്രോഫിറ്റ് ഷെയർ ചോദിക്കാം, പ്രോഫിറ്റ് ഷെയർ അവർക്ക് കിട്ടും. അതല്ലെങ്കിൽ അവരുടെ കമ്പനിയിലുള്ള ആ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഷെയർ ഇൻ പ്രോപ്പർട്ടിയിൽ ആ ഡിസീസ്ഡ് പാർട്ട്ണറുടെ അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ ഷെയറിന് 6% പെർ ആനം ഇൻട്രസ്റ്റ് വെച്ചിട്ട് അവർക്ക് എമൗണ്ട് വാങ്ങിക്കാവുന്നതാണ്. ഇത് പാർട്ട്ണർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോയതാണെങ്കിൽ ആ പാർട്ട്ണറിന് മേടിക്കാം. ഇനി അഥവാ പാർട്ട്ണർ ഡിസീസ്ഡ് ആയെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ കേസിൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനും ആ എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ബൈ ചേഞ്ച് ഇൻ ഫേം. ഈ ടോപ്പിക്കോടുകൂടെ നമ്മൾ ചാപ്റ്റർ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. സെക്ഷൻ 38 ഇതും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. എന്താണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കുറച്ച് അഡ്വക്കേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഒരു 10 അഡ്വക്കേറ്റ്സ് ഉണ്ട്. 10 അഡ്വക്കേറ്റ്സ് ചേർന്നിട്ട് നമ്മളൊരു ലീഗൽ ഫേം നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ അണ്ടറിൽ അത് പഠിക്കാനും അതിൻ്റെ മനസ്സിലാക്കാനായിട്ടൊക്കെ കുറേ ട്രെയിനീസ് വരുമല്ലോ. ഇപ്പോൾ LLB കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. അപ്പോൾ അവർ അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ ഈ പാർട്ട്ണർഷിപ്പ് ഫേം നമ്മളുടെ നിയർ ബൈ ഉള്ള ഒരു 4-5 ഹോട്ടൽസിൽ നമ്മൾ പറഞ്ഞേക്കുവാണ്, ഈ ഫേമിൽ നിന്ന് ഞങ്ങളുടെ ടാഗ് യൂസ് ചെയ്തിട്ട്, അതായത് ഞങ്ങളുടെ കാർഡ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഏത് സ്റ്റുഡൻറ്റ് വന്നാലും ആര് വന്നാലും നിങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തേക്ക്. അതിൻ്റെ പൈസ ഫേം സെറ്റിൽ ചെയ്തോളും, നിങ്ങൾ അവരുടെ നിന്ന് മേടിക്കേണ്ട, ഫേം സെറ്റിൽ ചെയ്തോളും. അതാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. നമ്മൾ അത് കൊടുത്തേക്കുവാണ്. എപ്പോൾ അവർ വന്ന് ഫുഡ് കഴിച്ചാലും നമ്മളുടെ കാർഡ് ഉണ്ടാവും. അപ്പോൾ ആ കാർഡ് ഉണ്ടെങ്കിൽ എപ്പോൾ വന്ന് ഫുഡ് കഴിച്ചാലും പൈസ നിങ്ങൾ മേടിക്കേണ്ട, ഞങ്ങൾ തന്നോളാം. അത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയാണ്. ആ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഫേമിന് എന്തെങ്കിലും ചേഞ്ച് വരുന്ന സമയത്ത്, അതായത് ഏതെങ്കിലും പാർട്ട്ണർ മരിച്ചു പോകുന്നു, ഏതെങ്കിലും പാർട്ട്ണർ റിസൈൻ ചെയ്യുന്നു, പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ആവുന്നു, അങ്ങനെയുള്ള ഏതെങ്കിലും കേസിലാണല്ലോ ഫേമിൽ ചേഞ്ചസ് വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഓട്ടോമാറ്റിക് റിവോക്ക് ആവും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, അതിനിപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഒരു റീസൺ നമുക്ക് എന്താ തോന്നുന്നത്, ഇപ്പോൾ ചിലപ്പോൾ ആ ആളുകൾ അങ്ങനെ ക്രെഡിറ്റിൽ കൊടുക്കുന്നത് ഈ മരിച്ചു പോയ ആളുടെ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു പോയ ആളുടെ ഗ്യാരണ്ടിയിലാണെങ്കിൽ, കാരണം അവർ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള ഒരാളാണ്, നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള ഒരാളാണ്, അപ്പോൾ അയാളെ കണ്ടിട്ടാണ് കൊടുക്കുന്നതെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് ചിലപ്പോൾ ആ പാർട്ട്ണർക്ക് ഇതിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അപ്പോൾ ഒരാളുടെ കൺസെൻറ്റ് ഇല്ലാതെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസൊന്നുമില്ല. നമ്മൾ ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫേമിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ, അത് ഡെത്ത് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർ വരുന്നത് കൊണ്ടാണെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ ആ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഓട്ടോമാറ്റിക് റിവോക്ക് ആവും. അതാണ് നമ്മളുടെ ഈ പോയിന്റ്. എ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഗീവൺ ടു എ ഫേം or to third party in respect of the transaction of a firm. ഇത് ഫേമിൻ്റെ ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി, നമ്മൾ മറ്റ് എഗ്രിമെൻ്റ് ഒന്നും വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ റിവോക്ഡ് ആസ് ടു ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ്
ഫ്രം ദ ഡേറ്റ് ഓഫ് എനി ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം. ഫേമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഓട്ടോമാറ്റിക് റിവോക്ക് ആവും. സച്ച് ചേഞ്ച് മേ ഒക്കർ ബൈ ഡെത്ത്, റിട്ടയർമെൻറ്റ് ഓർ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഈ കേസിൽ ഓട്ടോമാറ്റിക് അത് റിവോക്ക് ആവുന്നു. ഈ ടോപ്പിക്കോടുകൂടി നമ്മളുടെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് 3rd യൂണിറ്റ് കവർ ചെയ്യാം. സോ നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് പറയുന്നതും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.